അവർ നമ്മൾ ന്യായീകരിക്കണമൊന്നുമില്ല. പക്ഷെ അവരെ പോലും കൊല്ലരുതെന്ന് തന്നെയാണ് ഞാൻ മാത്രമല്ല സുപ്രീം കോടതിയും പറയുന്നത്. പുറത്തേക്ക് ഇറക്കുന്നില്ല, അങ്ങനെ ഇറക്കിയില്ല. അങ്ങനെയുള്ള അപൂർവം ആൾക്കാരുണ്ട്. ദാറ്റ്സ് റയറസ്റ്റ് ഓഫ് റയർ. അപ്പം അവൻ പക്ഷേ ഈ പറഞ്ഞ കേസിൽ അവൻ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ഇൻകൊറജിബിളിൻ്റെ അറ്റമാണ്. എന്ത് പറഞ്ഞാലും കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നവും അലമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് തല്ല് കിട്ടുന്ന ഒരാളാണ്. ഒരാളെ കൊടുക്കണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് അവളെ മടിയിലിരുത്തി എന്ന് പറഞ്ഞാൽ മതി കുട്ടി. അപ്പോൾ ഈ കുട്ടിയെ മാറ്റി നിർത്തിയിട്ട് മോളെ മടിയിലിരുത്തിയോ, എന്നിട്ട് ഇങ്ങനെ തൈസിൽ പിടിച്ചോ, ആ മതി, കഴിഞ്ഞു. അതും പോക്സോണ്. പോക്സോ നമ്മൾ ഉപയോഗിക്കുന്ന പെനിട്രേഷനും അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉള്ള ആൾക്കാരുണ്ട്. അത് ഈ ഇതിൽ വളരെ കുറവാണ് വരുന്നത്. ഒരു ഗുണ്ട വേറൊരു ഗുണ്ടയെ കൊല്ലാൻ നോക്കി. ഈ മരട് അനീഷ് എന്ന് പറഞ്ഞാൽ അവൻ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. വേറെ എന്തോ കൊട്ടേഷൻ പിടിച്ചിട്ട് വേറൊരുത്തൻ അമ്പായത്തോടെ അഷ്റഫ് അത് വലിയ ആൾക്കാരാണ്. ഒരു വന്നിട്ട് അവൻ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ കാണാൻ വരുന്നൊരു വ്യാജന കയറിയിട്ട് 2 പേര് കൂടിയിട്ട് കത്തിയെടുത്ത് വരഞ്ഞു. ആ സമയത്ത് പെട്ടെന്ന് രക്ഷപ്പെട്ട് ഇവനൊക്കെ വരയൊക്കെ ഇട്ട് രക്ഷപ്പെട്ടു. ലഹരി വസ്തുക്കൾ മൊബൈലൊക്കെ ജയിലിലേക്ക് കടക്കുന്നത് ബഹുഭൂരിപക്ഷവും ഒന്ന് ഇവർ ബോഡിയിൽ ഇൻസേർട്ട് ചെയ്ത് കൊണ്ടുവരും. ഈ പ്ലാസ്റ്റിക് കവറുകളിലും അല്ലെങ്കിൽ കോണ്ടത്തിലും ആക്കിയിട്ട് ആനസിൽ കയറ്റി കൊണ്ടുവരും. അതിന് എക്സ്പെർട്ടുകളുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോഴും എങ്ങനെയാണ് ഈ 1200 പേരുടെയൊക്കെ കോളിന് മോണിറ്റർ ചെയ്യാൻ പറ്റുക? അതിനുള്ള മാൻ പവറും നമുക്കില്ല, തീരെയില്ല. വളരെ ഇത് ഓവർ ക്രൗഡിങ്ങും അണ്ടർ സ്റ്റാഫിങ്ങും ജയിലിൻ്റെ സിബ്ലിങ്സാണ്. കൂട്ടം തെറ്റിയ ആട്ടുംകുട്ടീനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ഉപദേശം ഈ കന്യാസ്ത്രീകളൊക്കെ വന്ന് ചെയ്യുകയും പലപ്പോഴും ഇവരത് മുതലെടുത്ത് ഇവരെ വീട്ടിലേക്ക് അപ്പോൾ പഠിക്കാൻ സഹായം കിട്ടുന്ന രീതിയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ലോകത്തിലെ ഒരു ജയിലുകളും മയക്കുമരുന്ന് മുക്തമല്ല, ലോകത്തിലെ തന്നെ. ഇപ്പോൾ ആണെങ്കിൽ നമ്മുടെ ചെറിയ ജയിലുകളൊക്കെ ഓക്കെ ആയിരിക്കും. വലിയ ജയിലുകളൊന്നും തന്നെ മൊബൈൽ ഫോണും മയക്കുമരുന്ന് വിമുക്തമല്ല. ഇപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിലെ ജയിലുകളിൽ ഒരാൾക്ക് ടെലിഫോൺ കോയിൻ ബോക്സ് വഴിക്ക് അവിടെ സ്മാർട്ട് കാർഡ് ബൂത്താണുള്ളത്. അപ്പോൾ ഒരു സ്മാർട്ട് കാർഡ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 3 നമ്പറുകൾ അയാൾക്ക് ചെയ്യാം. കൊടുക്കുക, 1 നമ്പറത്തെ 1ലേക്ക് പോവുക, 2 പോവുക, അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ 450 രൂപയ്ക്ക് ഒരാൾക്ക് വിളിക്കാം ഒരു മാസം. അത് റെക്കോർഡറാണ്, മോണിറ്ററാണ്. പക്ഷേ പ്രശ്നമുണ്ട്, ഇത് പലപ്പോഴും അവർ ഇതിനോട് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുന്നതിന് അവർ നമ്പർ അപേക്ഷ തരുമ്പോൾ നമ്മളത് വെരിഫൈ ചെയ്യും. ഓക്കെ, ഇവൻ്റെ അമ്മയാണ്, വൈഫാണ്, മകളാണ്, അല്ലെങ്കിൽ വക്കീലാണ് എന്നൊക്കെ വെരിഫൈ ചെയ്തിട്ടാണ് കൊടുക്കുക. പക്ഷേ ഇത് അതർ എൻഡിൽ അവർ കോൾ കോൺഫറൻസ് വയ്ക്കും. അപ്പോൾ കോൾ കോൺഫറൻസ് തടയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ DGP ഒരു കാര്യം ചെയ്തിരുന്നു. എല്ലാവരും BSNL ടു BSNL മതി, BSNL ആയിട്ട് നമുക്കൊരു ടൈ ചെയ്യാം, അതിൻ്റെ കോൾ കോൺഫറൻസ് കട്ട് ചെയ്യാം. അപ്പോൾ കേസിൽ പോയി സ്റ്റേ ആണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ സമയത്ത് നമ്മൾ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ കുഴപ്പം കൊണ്ടാണ്. അപ്പോൾ കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മലമുകളിലാണ്, അവിടെ റേഞ്ചില്ല, BSNL ഇല്ല. നിങ്ങൾക്ക് ജയിലിലേക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ BSNL ഫോൺ എടുത്ത് വന്ന് നിൽക്കണമെന്നേ, അതല്ല കാര്യം. നമ്മൾക്കിപ്പോൾ കോടതിയിലേക്ക് 11 മണിക്കാണ് വിളിക്കുക. എനിക്ക് 10:30 വീട്ടിൽ പോകേണ്ടതാണ്, പെട്ടെന്ന് എനിക്ക് കോടതി വിളിക്കുമോ? അതവിടെ നമ്മൾ കോടതിയിൽ പോകണോ? അല്ല, വേണ്ട, റേഷൻ കടയിൽ പോകണോ? സമയമുണ്ട്. അവിടെ ആ സമയത്ത് പോയിട്ട് നമ്മൾ തമ്പ് വെച്ചാലേ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ജയിലിലേക്ക് ഫോൺ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് നിയമം. നിങ്ങൾക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് BSNL ആക്കണം എന്ന് പറയുന്നൊരു സാധനം കൊണ്ടുവന്നപ്പോൾ അപ്പോൾ സ്റ്റേ ആണത്. പിന്നെ അതെ, അത് റെക്കോർഡറാണ്, എല്ലാം കോൾ റെക്കോർഡ്. അപ്പോൾ ഞങ്ങളിപ്പോഴും എങ്ങനെയാണ് ഈ 1200 പേരുടെയൊക്കെ കോളിന് മോണിറ്റർ ചെയ്യാൻ പറ്റുക? അതിനുള്ള മാൻ പവറും നമുക്കില്ല, തീരെയില്ല. വളരെ ഇത് ഓവർ ക്രൗഡിങ്ങും അണ്ടർ സ്റ്റാഫിങ്ങും ജയിലിൻ്റെ സിബ്ലിങ്സാണ്. ഏത് കാലത്തും ഉണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ അപ്പോൾ ഞങ്ങൾ പഴയ രാമൻ സാറ് പറയാറുണ്ട്, MJ രാമൻ സാറ്, ഇത്രയും മാൻ പവർ കൊണ്ട് ഇത് ഇങ്ങനെ തന്നെ പോണത് മിറക്കിൾ എന്ന് പറയാറുണ്ട്. അതിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജയിലിലത്തെ ഈ തടവുകാരെ ഉപയോഗിക്കുന്നുണ്ട്. കുറേ നല്ല ഈ ഓഫീസ് വർക്കുകൾക്കും മറ്റെല്ലാ വർക്കുകൾക്കും അവരെ തന്നെ ഉപയോഗിക്കുന്നത്. നല്ല സ്കില്ലുള്ള ആൾക്കാരുണ്ട്.
കമ്പ്യൂട്ടർ അറിയുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയുന്നത്. പക്ഷേ ഓഫീസിൽ വർക്കുകൾക്ക് വേണ്ടി ഒറ്റ ക്ലർക്കില്ല. ഞങ്ങളുടെ ജയിലുകളിൽ ഒറ്റ ക്ലർക്കില്ല. ഇപ്പോൾ പോലീസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിലെ പോലീസുകാർ ഏകദേശം 2000 പേരുണ്ടാവും. അവരുടെ കാര്യങ്ങളെല്ലാം DPO ജില്ലാ പോലീസ് കമ്മീഷണർ ഓഫീസിലത്തെ ക്ലർക്കുമാർ 10-60 പേര് ക്ലർക്കുമാരുണ്ട്. അവരാണ് ചെയ്യുന്നത്. അവരുടെ സാലറി, അവരുടെ ലീവ്, അവരുടെ അപേക്ഷകൾ, അത് ഇത് ബ്ലാ ബ്ലാ എല്ലാം ചെയ്യുന്നത്. ഇവിടെ സ്റ്റേഷനിലവർക്കൊന്നും യാതൊരു ഇതില്ല. എന്നാൽ ഞങ്ങളുടെ സബ് ജയിൽ തൊട്ട് സെൻട്രൽ ജയിൽ വരെ ഇതെല്ലാം ഞങ്ങൾ നോക്കണം. ഇപ്പോൾ ഞാൻ സെൻട്രൽ ജയിലാണ്, എൻ്റെ അവിടെ 150 സ്റ്റാഫുണ്ട്. അവരുടെ എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വർക്കുകളും അവർ നമ്മുടെ സ്റ്റാഫിന് ചെയ്തുകൊണ്ട് അവസാനം നോക്കി ഞാൻ ഒപ്പിടണം, ഞാൻ തന്നെ ചെയ്യണം എല്ലാം. ക്ലർക്സ് ഇല്ല. ഉണ്ട് ഒരാൾ പേര്, ഒരു ടൈപ്പിസ്റ്റ് ഉണ്ട്, ഒരു ലേഡി, കുറയ്ക്കാനൊന്നുമില്ല, ഒറ്റ ടൈപ്പിസ്റ്റ്. അതില്ലാത്ത കൊടുത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതിനെങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ എല്ലാ സെക്ഷനുകളിലും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള തടവുകാരെ ഉപയോഗിക്കുകയാണ്. വാറണ്ടിലും അവിടെ ഇവിടെയൊക്കെ സെക്ഷൻ. അപ്പോൾ അതിലും ചില കുഴപ്പങ്ങൾ വരും. ചിലവൻ തിരിച്ച് കടിക്കുമല്ലോ. ഐ മീൻ ഇത് ഈ ഇൻഫർമേഷൻ ഉപയോഗിച്ചവൻ അപ്പോൾ പിടിച്ചവനെ പുറത്താക്കും, അടുത്ത ആളെ കയറ്റും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 17+ ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. ഏറ്റവും മുമ്പിലുള്ള ആൾ ആലുവ ആൻ്റണിയാണ്. പക്ഷെ അയാളുടെയും ഇപ്പം നിർത്തിവെച്ചു, അയാളുടെയും വിട്ടിട്ടില്ല. അതാണ് ഇപ്പം ഞാൻ മാത്രമല്ല, സുപ്രീം കോടതിയും വിചാരിക്കുന്നത് തന്നെയാണ്. അതായത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഒരു മരുന്നല്ല, ചെയ്യരുത് എന്നാണ് വിചാരിക്കുന്നത്. കൂടിയിട്ടുണ്ട്. ഈ പോക്സോ പ്രതികൾ ഏതെങ്കിലും രീതിയിൽ കറക്ഷണൽ ബിഹേവിയറിന് കറക്റ്റഡ് ആവുന്നവരാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ബഹുഭൂരിപക്ഷം പേരും ഒറ്റ സഡൻ ഇമ്പൾസിൽ ചെയ്തു പോകുന്ന കാര്യമാണ്. ഇപ്പോൾ കൊലപാതകം അതിലിപ്പോൾ ചിലരുണ്ട്, ഈ പറഞ്ഞ മാതിരി റേപ്പിസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ഇറങ്ങി വീണ്ടും അതിനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ചില ഗുണ്ട ആൾക്കാരുണ്ട്. അവരോടൊക്കെ എന്തോ ഇത് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഓക്കെ ഈ ഒരാൾ ഒരു മോളസ്റ്റ് ചെയ്തു കുട്ടിയെ, അത് ഹീനമായ ക്രൈമാണ്, നോ ഡൗട്ട്. വേറൊരാൾ പൈസ കൊടുത്തിട്ട് അവനെ പോയിട്ട് വെട്ട് എന്ന് പറയുമ്പോൾ വെട്ടുന്ന ആളും ഇതിനേക്കാൾ കുറവാണോ? ഹീനിയസ് ക്രൈമാണ്. അത് നമുക്കിത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ അമറുൽ ഇസ്ലാം എന്ന് പറഞ്ഞ അവിടെയുണ്ട്. മറ്റേ അസഫക്കുൽ അലവും അവിടെയുണ്ട്. മറ്റേ ആലുവേലത്തെ കുട്ടിയാണ് കണ്ടില്ലേ, അസഫക്കുൽ അലമ റാന. അപ്പോൾ അവൻ പക്ഷേ ഈ പറഞ്ഞ കേസിൽ അവൻ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്, ഇൻകൊറജിബിളിൻ്റെ അറ്റമാണ്. എന്ത് പറഞ്ഞാലും കാര്യമില്ല, ഇടയ്ക്കിടയ്ക്ക് പ്രശ്നവും അലമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് തല്ല് കിട്ടുന്ന ഒരാളാണ്. ഈ പറഞ്ഞ മാതിരി നമുക്ക് തന്നെ ഒരു ഇത് ഗോൺ കേസാണെന്ന് തോന്നുന്നു. ഇവനങ്ങനെയല്ല. ഇവനിപ്പോൾ നമ്മളോട് അറ്റ്ലീസ്റ്റ് പെരുമാറെങ്കിലും ഇങ്ങനെ നിൽക്കും, ഉള്ളിൽ വേണമെങ്കിൽ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ ഇത് നമ്മൾ സൈക്കോളജി പറയണത് അങ്ങനെ ഒരു ക്രിമിനൽ ട്രൈബ് എന്ന് പറഞ്ഞ സാധനമോ ബോൺ ക്രിമിനലോ ഒന്നും ഇല്ല, എല്ലാം തിരുത്തപ്പെടാവുന്നതാണെന്നാണ് സയൻറ്റിഫിക്കായിട്ട് പറയുന്നത്. ജയിലിലെ അല്ല, നോ ഡൗട്ട് സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പ്രശ്നമുണ്ട്. ക്ലിയർ അല്ല ഈ ആൾക്കാർ അല്ലല്ലോ. എങ്ങനെയാണ് ഒരു കുട്ടീനെ ഉപദ്രവിക്കാൻ പറ്റുക? ക്ലിയർ അല്ല, സംശയമൊന്നുമില്ല. അവർ നമ്മൾ ന്യായീകരിക്കണമൊന്നുമില്ല. പക്ഷെ അവരെ പോലും കൊല്ലരുതെന്ന് തന്നെയാണ് നിയമം. ഞാൻ മാത്രമല്ല, സുപ്രീം കോടതിയും പറയുന്നത്. പുറത്തേക്ക് ഇറക്കുന്നില്ല, അങ്ങനെ ഇറക്കില്ല. അങ്ങനെയുള്ള അപൂർവം ആൾക്കാരുണ്ട്. റയറസ്റ്റ് ഓഫ് റയർ. ഇനിയിപ്പോൾ ഞാൻ വേറെ ചെയ്ത് പെട്ടെ, ഓക്കെ, കൊച്ചുങ്ങളെ ഉപദ്രവിക്കുന്ന അല്ല, അതാ പറയുക, അത് പറഞ്ഞു വരില്ല. അത് പോക്സോ കേസിൽ വരുന്ന ആൾക്കാരുണ്ടല്ലോ, കുറേ ഇപ്പോൾ ഫാബ്രിക്കേറ്റ് വരുന്നുണ്ട്, ഞങ്ങൾക്കറിയാമല്ലോ. പിന്നെ കുറേ പോക്സോ എന്ന് പറയണത് ഇപ്പം ഉണ്ടാകുന്ന സംഗതി എന്താ? അതായത് ഒരാളെ കൊടുക്കണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് അവളെ മടിയിലിരുത്തി എന്ന് പറഞ്ഞാൽ മതി കുട്ടി. അപ്പോൾ ഈ കുട്ടിയെ മാറ്റി നിർത്തിയിട്ട് മോളെ മടിയിലിരുത്തിയോ, എന്നിട്ട് ഇങ്ങനെ തൈസിൽ പിടിച്ചോ, ആ മതി, കഴിഞ്ഞു. അതും പോക്സോ ആണ്. പോക്സോ നമ്മൾ ഉപയോഗിക്കുന്ന പെനിട്രേഷനും അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉള്ള ആൾക്കാരുണ്ട്. അത് ഈ ഇതിൽ വളരെ കുറവാണ് വരുന്നത്. കൂടുതലും മറ്റ് കാര്യങ്ങളാണ് കൂടുതൽ വരുന്നത്. പെനിട്രേഷനുള്ള കാര്യം അതൊക്കെ. ഞാൻ വേറെ കാര്യം പറയാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരാൾ ബസ്സിൽ പോകുന്നു,
ബസ്സിൽ പോകുമ്പോൾ പറഞ്ഞ മാതിരി പ്രശ്നം ഒരു സ്ത്രീനെ ഉപദ്രവിക്കുന്നു, അതിന് ഒരു ടീസ് ചെയ്യുന്നു. അപ്പോൾ പലപ്പോഴും റീൽസൊക്കെ കണ്ട് വേഗം അങ്ങനെ പ്രശ്നമാക്കി ജയിലിലാക്കുന്ന പ്രശ്നം വരുന്നുണ്ട്. ഇനി അത് ആ വ്യക്തി എന്ന് പറഞ്ഞത് ഒന്ന് പ്രതികരിച്ച് ഒന്ന് ഒറ്റ തുറച്ച് നോട്ടത്തിൽ പോകാവുന്ന ഒരു കാര്യമുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ 2 ചീത്ത പറയാം, 3ാമത്തെ സ്റ്റെപ്പിൽ ഒന്ന് അടിക്കാം, 4ാമത്തെ സ്റ്റെപ്പിൽ എല്ലാവരും വിളിച്ചു കൂട്ടി ഇവനെ ഇറക്കി വിടാം, പിന്നെയാണ് ജയിലിലേക്ക് വിടേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ ചില സമയങ്ങളിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ജയിലിലേക്ക് വിടുകയും അവസാനത്തെ സ്റ്റെപ്പുകാരെ രക്ഷപ്പെടുകയും ചെയ്യും. ഞാൻ പറഞ്ഞില്ല, ഗ്രാവിറ്റി നോക്കണം. പക്ഷേ ഈ പോക്സോ കേസിൽ കുട്ടികളുടെ കേസിൽ അതെ. അടിയൊന്നും പോസിബിൾ ആയതല്ല. ഇന്നത്തെ പത്രത്തിൽ വാർത്ത കണ്ടോ? കണ്ണൂരിലത്തെ റിട്ടയേർഡ് SI ഒരു 6 വയസ്സുകാരിയെ പ്രശ്നമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പീഡോഫൈൽ തന്നെയാണ്, മാനസിക പ്രശ്നം തന്നെയാണ്. പക്ഷെ അവരെയും കൊല്ലാൻ പറയുന്നില്ല. സാറിൻ്റെ ഈ ലൈഫ് ഈ ജയിൽ പറഞ്ഞില്ല, അതായത് ഈ ഇന്നസെന്റ്, അതായത് സാറിന് തോന്നിയിട്ടുള്ള ഇങ്ങനെ അങ്ങനെയുള്ള ആൾക്കാർ ജയിലിൽ ക്രിസ്മസിനെ കണ്ടിട്ടുണ്ട്. അതായത് ഇയാൾ ഒരു ഇയാളൊരു ഇന്നസെന്റ് ആണ്, ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല, ഇയാൾ നേരത്തെ പറഞ്ഞു ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഇയാൾ അകത്തായി കിടക്കുന്ന അങ്ങനെ അനുഭവങ്ങളുണ്ടോ സാർ? ഈ പോക്സോ കേസ് ഒരുപാട് വന്നിട്ടുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. ഞാൻ വയനാട്ടിലിരിക്കുമ്പോൾ അവിടെ ഒരു ആദിവാസി, അവൻ ജാമ്യം കിട്ടി പോവുകയാണ്. പോക്സോ കേസാണ്, ജാമ്യം കിട്ടി പോകണം. അപ്പോൾ ഞാൻ അവൻ്റെ കഥ ചോദിച്ചപ്പോൾ ഉണ്ടായ കഥയാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞു എന്തുവരെ സംഭവം. അപ്പോൾ അങ്ങനെ ഒരു ടർച്ചൻ്റെ പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തേനെടുക്കാൻ പോകുന്ന ഒരാളൊക്കെയാണ്. നല്ല ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അവൻ്റെ ഗർഭനാറ്റം പോലെ എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക്. അപ്പോൾ അവൻ ചോദിച്ചപ്പോൾ പറയുന്നത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഊരിലാണ്. അപ്പോൾ അടുത്ത ഒരു കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞാൽ കുറച്ച് പോകേണ്ടി. അപ്പോൾ ഇവനും ഏകദേശം 10-22 വയസ്സൊക്കെ അതിൻ്റെ ഉള്ളൂ, 25 വയസ്സ് താഴെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവൾക്കും എത്ര 10-18 വയസ്സല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഭാര്യയുടെ അനിയത്തിക്ക് ഇവനോട് ഒരു ക്രഷ്. അപ്പോൾ ഇവൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത്, അരുത് എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് പറയണത്. ഓക്കെ, ഇത് ഭയങ്കര മൂത്തിട്ട് എല്ലാവരും അറിഞ്ഞു. അവസാനം ഇവള് ഒറ്റ പിടിച്ച പിടി, എന്നെ കെട്ടിയില്ലെങ്കിൽ ഞാൻ തൂങ്ങും. അപ്പോൾ ഇവർ രണ്ടാളും വീട്ടുകാർ ആലോചിച്ചു എന്ത് ചെയ്യും. അവസാനം ശരി നീ കെട്ടിക്കോ. എല്ലാവരും ഭാര്യയും വീട്ടുകാരെ കൂടി സമ്മതിച്ചു. കെട്ടുകയാണ്. സെക്കൻഡ് മാരേജ്. 2 പേര്, ചേച്ചീനും അനിയത്തിനും കല്യാണം കഴിക്കുകയാണ്. എൻ്റെ പിറ്റേ ദിവസം അടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സോഷ്യൽ സർവീസ് ആൾക്കാർ കയറി പോകുന്നു, ഇവരോട് കാര്യം ചോദിക്കുന്നു. ഇവൾക്ക് വയസ്സായിട്ടില്ല എന്ന് പറയുന്നു. കേസാവുന്നു, അവനകത്താവുന്നു. ഇവന് 2 മാസം കിടന്നു. എന്നിട്ട് ജാമ്യം എടുക്കാൻ വരുന്നത് ഒരുമിച്ച് തന്നെയാണ്. ജാമ്യം എടുക്കാൻ ഈ അനിയത്തിയും അച്ഛനും അമ്മയൊക്കെ കൂടി ജാമ്യം എടുക്കാൻ വരുന്നത്. അപ്പോൾ എവിടെ നമ്മുടെ നിയമം, എന്താ കാര്യമുള്ളത്? പിന്നെ കോവിഡ് കാലത്തുണ്ടായ സംഭവം. ഞാൻ പാലക്കാട്ടിരിക്കുമ്പോൾ ഇതേമാതിരി എന്തോ ഛത്തീസ്ഗഡിൽ നിന്ന് വന്ന 2 പിള്ളേർ, ഒരു ഭാര്യയും ഭർത്താവും കൊച്ചും റെയിൽവേ സ്റ്റേഷനിൽ കണ്ടപ്പോൾ തന്നെ അറിയാം, മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, വയസ്സായിട്ടില്ല എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മാറി എത്ര വയസ്സായി വയസ്സായിട്ടില്ല, കൊച്ചുണ്ട്. ഈ പെണ്ണിനെയും ഈ പെൺകുട്ടിയെയും ഈ കൊച്ചിനെയും മറ്റേ തണൽ ഇവിടെ ആക്കുകയും ഇവനെ കൊണ്ട് ജയിലിലാക്കുകയും ചെയ്തു. ഇവൻ 2 കൊല്ലത്തോളം ജയിലിൽ കിടക്കുക. അവസാനം ഇത് 2 കൊല്ലം കഴിയുമ്പോൾ മാറി ഇത് 18 വയസ്സായല്ലോ. പിന്നെ കേസ് വന്നപ്പോൾ ആരോടും പറയാനില്ല, ഇവരെ കൂട്ടി വിടുക. പിന്നെ ഒരിക്കലുണ്ടായിട്ടുള്ളത് ഒരു ശത്രുതയുടെ പേരിൽ പോക്സോ ആണ്. എന്താ കേസ് ചോദിച്ചപ്പോൾ അതിലൂടെ 2 പെൺകുട്ടികൾ നടന്നു പോകുന്നുണ്ടായിരുന്നു. അവനിപ്പുറത്ത് ഇവിടെ നിൽക്കുന്നു. പിന്നെ ആരോ എടുക്കുമ്പോൾ ഫോൺ എടുക്കാൻ വേണ്ടി മുണ്ട് പൊന്തിച്ചിട്ടാണുള്ള ഷർട്ട് ഫോൺ എടുക്കുകയാണ്. അപ്പോൾ അവരെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് അകത്ത്. ഇതൊക്കെ ഉള്ളതാ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഫാബ്രിക്കുകൾ വരുന്നുണ്ട്. പിന്നെ പറഞ്ഞ മാതിരി പെട്ടെന്നൊരു ആവേശത്തിലൊരു വധിക്കണം എന്ന് 3 നോട്ട്. ഇപ്പോൾ VS സെൻട്രൽ ജയിലിൽ തന്നെ ഏകദേശം 100 പേര് 3 നോട്ടുകൾ കിടക്കുന്നുണ്ടാവും, ലൈഫേഴ്സ് കിടക്കുന്നുണ്ടാവും. അതിലൊരു 250 പേരും പെട്ടെന്നൊരു ഇത് ചെയ്തു പോയതോ ചെയ്യാൻ നിർബന്ധിതരായതോ ആണ്. ഒറ്റ സമയത്ത് ചെയ്ത ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പറയുന്ന എൻ്റെ വീട്ടിലേക്ക് ഒരു അക്രമി കയറി വന്ന് എൻ്റെ മകളെയോ ഭാര്യയോ തേങ്ങുമ്പോൾ ഞാനും വെട്ടത്തിരുത്ത് വെട്ടും. നിങ്ങൾ വീട്ടില്ലേ? അപ്പോൾ ഞാൻ ചെയ്തത് അതാണ്. ഇനി അമ്മയും കുഞ്ഞും കൂടി ആത്മഹത്യ ചെയ്യാൻ കിണറ്റിൽ ചാടി. കൊച്ചു മരിച്ചു. അമ്മയുടെ പേര് 3 നോട്ടുമാണ്. കിടക്കുന്ന ആൾക്കാരുണ്ട് അവിടെ. കണ്ണൊഴിക്കുമ്പോൾ അച്ഛനും അമ്മയും മോളും കൂടി ചാടി, കൊച്ചു മരിച്ചു. അച്ഛനും അമ്മയ്ക്കും ലൈഫ്. 2 പേരും 14 കൊല്ലം കേട്ടാൽ പുറത്ത് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. വിലാസിനി ഒരു പേര് ഓർമ്മയുണ്ട് എനിക്ക്. അപ്പോൾ അതും ഇതാണ്. ഗർഭിണിയായിരുന്നു, വയറ്റിൽ കിടന്ന് കൊച്ചു മരിച്ചു, ചാപ്പിള്ളയായ കുഴപ്പമില്ല. ജനിച്ചു വന്ന് കൊച്ചു കരഞ്ഞിട്ടാ മരിച്ചിങ്ങനെ 3 നോട്ടുവാ. ഈ
ചിലർക്ക് വലിച്ചെറിഞ്ഞെന്നൊക്കെ പറയണമില്ലേ, ഈ പറയുന്ന പോക്സോയിൽ എതിര് പറയുന്ന കാര്യമായിട്ട് അങ്ങനെയുള്ള സ്ത്രീകൾ തന്നെയാണ് കൊച്ചുങ്ങളെ വലിച്ചെറിയണതൊക്കെ ചെയ്യണത്. നമ്മൾ കൊച്ചുങ്ങൾക്ക് വേണ്ടി നമ്മൾ കരയുന്നു ഒക്കെ വേണ്ടത് തന്നെയാണ്. അതേപോലെ തന്നെ ഈ അമ്മമാരുണ്ട്. ഇപ്പോൾ കൊച്ചുങ്ങളെ ഒട്ടും വരിയില്ലാത്ത അമ്മമാരുണ്ടല്ലോ, കൊച്ചിനെ ഇട്ടിട്ട് ഓടിപ്പോകുന്ന അമ്മമാർ, ജനിച്ച ഉടനെ കൊച്ചുങ്ങളെ കൊല്ലുന്ന ആൾക്കാർ, എങ്ങനെയാണ് മനുഷ്യരിൽ പെട്ടതാണോ അതൊക്കെ? സ്ത്രീകളുടെ ക്രൈം കൂടി വരുന്നുണ്ടോ? നേച്ചർ ഓഫ് ക്രൈമും ഒക്കെ വ്യത്യാസമുണ്ട്. സ്ത്രീക്ക് സ്ത്രീ എന്നുള്ള ആ അനുഭവം ഇതുകൊണ്ട് തന്നെ കുറേ തെറ്റുകൾ ക്യാമഫ്ലാഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളിവിടെ പകുതി ആണും പെണ്ണുമാണ്. ഇവിടെ എല്ലാ ഫീൽഡിലും ആണും പെണ്ണും. ആനപ്പാപ്പം മുതലുണ്ട് ക്രൈം. JCB ഓടിക്കുന്ന ആൾ മുതൽ ആനപ്പാപ്പനും ട്രെയിൻ ഡ്രൈവനും വരെ ലേഡീസ് ഉണ്ട്. എല്ലാ മേഖലയിലും ലേഡീസ് ഉണ്ടെങ്കിലും കേരളത്തിൽ ഈ 12,000 പോപ്പുലേഷനിൽ ഫീമെയിൽ പോപ്പുലേഷൻ ബിലോ 300 300 താഴെയുള്ളൂ. അത്ര പേരെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ സ്ത്രീക്ക് സ്ത്രീ എന്നുള്ള ഒരു പരിഗണന വെച്ചുകൊണ്ട് തന്നെ കുറേ സംരക്ഷണം കിട്ടുന്നുണ്ട്. അല്ല, വീട്ടിൽ നമ്മുടെ ക്രൈം നടന്നു, നമ്മളിപ്പോൾ സ്ത്രീനെ കൊടുക്കാൻ നമ്മൾ തയ്യാറാവില്ല, ശരിയല്ലേ? അങ്ങനെ രക്ഷപ്പെടുന്നുണ്ട്. പിന്നെ സ്ത്രീ ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന രീതിയിലുണ്ട്. പക്ഷെ എല്ലാ സ്ഥലത്തും സ്ത്രീ ഉണ്ട്. ഇപ്പോൾ കൊലപാതകത്തിലും കൊട്ടേഷനിലും ഒക്കെ സ്ത്രീയുണ്ട്. പക്ഷെ അതിന് ആനുപാതികമായിട്ട് ബുക്ക് ചെയ്യപ്പെടുന്നില്ല. ഇവിടെ നല്ല എല്ലായിടത്തും ബുക്ക് ചെയ്യപ്പെടുന്നില്ല. വേറൊരു സംഭവം നമ്മൾ ഈ മോസ്റ്റ്ലി നമ്മൾ ഈ സിനിമയിൽ നിന്ന് കാണുന്നത്, അതായത് ഈ ജയിലിനകത്ത് രണ്ട് ഗ്യാങ് ഇവർ തമ്മിൽ ഇതാക്കുന്നു, അല്ലെങ്കിൽ ഇവർ തമ്മിൽ യോജിക്കുന്നു, പുറത്ത് പോയിട്ട് ഇതുപോലെ പോയിട്ട് സെക്യൂരിറ്റിക്കാരെ തന്നെ പുറത്തിറക്കി വിടുന്നു, ക്രൈം ചെയ്തിട്ട്. അങ്ങനെയില്ല. പക്ഷേ അത് സിനിമയിലേ ഉള്ളൂ. അറിഞ്ഞിട്ട് ഇറക്കി വിടുക പിന്നെ കയറ്റുക എന്നുള്ളതൊക്കെ മണ്ണ് നടന്നിട്ടുണ്ടാവും കേട്ടോ, ഒരു പക്ഷെ നടന്നിട്ടുണ്ടാവും മുൻപ്. ഇപ്പം അങ്ങനെ അതില്ല. പക്ഷേ മറ്റേതുണ്ട്, അതുണ്ട്, അതൊക്കെ ഉണ്ട്. ജയിലിൽ മനസ്സിലാക്കാറുണ്ട്. രണ്ടുമുണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ ക്രിമിനൽസിൻ്റെ കേസിൽ നമ്മൾ പലരും പല പാർട്ടിക്കാരെ അങ്ങനെ മാറ്റിയിടുന്ന പരിപാടിയുണ്ട്. അങ്ങനെ അത് പ്രശ്നമുണ്ട്. ഈവൻ ഒരു 3 വർഷം മുമ്പാണ് ജയിലിനകത്ത് തന്നെ ഒരു ഗുണ്ട വേറൊരു ഗുണ്ടയെ കൊല്ലാൻ നോക്കി. ഈ മരട് അനീഷ് എന്ന് അവൻ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. വേറെ എന്തോ കൊട്ടേഷൻ വിളിച്ചിട്ട് വേറൊരുത്തൻ അമ്പായത്തോടെ അഷ്റഫ് അത് വലിയ ആൾക്കാരാണ്. ഒരു വന്നിട്ട് അവൻ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ കാണാൻ വരുന്നൊരു വ്യാജന കയറിയിട്ട് 2 പേര് കൂടിയിട്ട് കത്തിയെടുത്ത് വരഞ്ഞു. ആ സമയത്ത് പെട്ടെന്ന് രക്ഷപ്പെട്ട് ഇവനാകെ വരയൊക്കെ ഇട്ട് രക്ഷപ്പെട്ടു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇല്ല, ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിൽ അത് അണ്ടർ സ്റ്റാഫിങ്ങിൻ്റെ അറ്റമാണ് പറയുന്നത്. ഈ 1200 പേരുണ്ട്. ആകെ സ്റ്റാഫിൻ്റെ എണ്ണം 150-ൽ താഴെയാണ്. 1200 പേര് 24 hours അവിടെ ഉണ്ട്, 24/7 അവിടെ ഉണ്ട്. ഈ 160 പേരുണ്ടാവും, 150 പേരുണ്ടാവില്ല. അവർ ഞങ്ങൾ ഷിഫ്റ്റിലാണ്. 1/7 എപ്പോഴും ഓഫായിരിക്കും, 1/7 ലീവായിരിക്കും. ഉണ്ടാവില്ല, സ്റ്റാഫിന് നമുക്ക് എപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ 24 hours ഇല്ലല്ലോ. അപ്പോൾ പകൽ സമയത്ത് ഈ 1200 പേരെ നോക്കാനായിട്ട് നമുക്ക് ആകെ ഉണ്ടാവുക ഒരു 40 numbers ആയിരിക്കും ഉണ്ടാവുക. ഇനി രാത്രി 20 ഉണ്ടാവുക. ആ 20-ൽ തന്നെ പകുതി ഷിഫ്റ്റായിരിക്കും. അതായത് രാത്രി 1200 പേരെ നോക്കാനായിട്ട് 10 പേരാണ് ഉറങ്ങാതിരിക്കേണ്ടത്. അത് ചെക്കിങ്ങിന് പോകുമ്പോൾ അറിയാം ഉറങ്ങുകൊണ്ട് ഉറങ്ങില്ല എന്നുള്ളത്, അതറിയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ലോക്കഡാണെന്ന് വിചാരിക്കാം. പക്ഷേ ആ സമയത്ത് എപ്പോഴും രാത്രിയിൽ പറയുക നെഞ്ചുവേദന എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോലും ഭയങ്കര അത്തരം ഇതിൻ്റെ സിസ്റ്റത്തെ മിസ്യൂസ് ചെയ്യുന്ന ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. നമുക്കറിയാം രാത്രിയിൽ നെഞ്ചുവേദന എന്ന് പറഞ്ഞ് പോകുന്നതിൽ 95% കുഴപ്പമില്ല, അതാണ്. 5% പ്രശ്നത്തിലാണുള്ളൂ. ഇപ്പോൾ നമ്മൾ 100 കൊണ്ടുപോകണം. ഒരാൾക്ക് തന്നെ പറ്റിയ അപ്പോൾ ചികിത്സ നിഷേധിച്ചു. അത് അഭിനയം തന്നെയാണ് മിക്കവാറും. അത് ഡോക്ടറെ കാണിക്കുമല്ലോ. ജയിലിലേക്ക് വരുന്നതിന് മുമ്പ് പോലീസ് അവരെ ഡോക്ടറെ കാണിക്കണം, സർട്ടിഫിക്കേഷൻ അതിന് എടുക്കണം, എന്നിട്ട് ഞങ്ങൾ എടുക്കുള്ളൂ. വന്നോടനെ വീണ്ടും ചിലപ്പോൾ തല ഇറങ്ങി വീഴുന്നു. ഇങ്ങോട്ട് പോകുന്നതെന്ന് പറയുന്നത് ആ വഴിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അതോ അല്ല? അത് ഈ 2-3 കാര്യം. ഒന്ന്, നമ്മൾ സിസ്റ്റത്തെ ദുരുപയോഗപ്പെടുത്തുന്ന നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നു. 2, ഈ പറഞ്ഞ മാതിരി ഇവരുടെ ട്രാൻസാക്ഷൻ നടക്കാൻ ആ സമയത്ത് അറിഞ്ഞൊക്കെ പുറത്ത് വന്നിട്ടുണ്ടാവും, സാധനങ്ങൾ കൈമാറുക. ഇപ്പോൾ ഇതിനകത്ത് കിടന്ന ഇപ്പോൾ ഈ ലഹരി വസ്തുക്കൾ മൊബൈലൊക്കെ ജയിലിലേക്ക് കടക്കുന്നത് ബഹുഭൂരിപക്ഷവും ഒന്ന് ഇവർ ബോഡിയിൽ ഇൻസേർട്ട് ചെയ്ത് കൊണ്ടുവരും. ഈ പ്ലാസ്റ്റിക് കവറുകളിലും അല്ലെങ്കിൽ കോണ്ടത്തിലും ആക്കിയിട്ട് ആനസിൽ കയറ്റി കൊണ്ടുവരും. അതിന് എക്സ്പെർട്ടുകളുണ്ട്.
ഫോണും ബാറ്ററിയൊക്കെ അകത്ത് കയറിയിരിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കൊരു പൈൽസ് എന്നുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പോൾ ഈ സാധനം കയറിയിരിക്കുന്ന ആൾക്കാരുണ്ട്. ഈവൻ ബീഡി, കഞ്ചാവ് അതൊക്കെ അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെയുള്ളത് ഈ സന്ദർശകർ ഈ ജയിൽ കോമ്പൗണ്ടിനകത്ത് എവിടെയെങ്കിലൊക്കെ കൊണ്ടുവയ്ക്കും. ഇത് കാണാൻ വരുമല്ലോ, ഒരു ഇൻ്റർവ്യൂവിന് കാണാൻ വരുമല്ലോ, ഇവിടെ അത് ഫോൺ വഴിക്ക് വിളിച്ച് പറയുന്നു, അത് കളക്ട് ചെയ്യുന്നു. അങ്ങനെയുണ്ട്. പിന്നെ ഔട്ട് ഗാങ്ങിൽ പോകുന്ന ആൾക്കാണ്. ഔട്ട് ഗാങ്ങിൽ പുറത്ത് പോകുന്ന അനിമൽ ഹസ്ബൻഡറിക്ക് പോകുന്ന ആൾക്കാർ, ചപ്പാത്തി പണിക്ക് പോകുന്ന ഒക്കെ പുറത്താണല്ലോ, അവരെ സ്വാധീനിച്ച് അകത്ത് കയറ്റുന്നുണ്ട്. പിന്നെ വളരെ ചെറിയ ശതമാനം സ്റ്റാഫിന് ആക്സസ് ഉണ്ടാവും. വളരെ ഉണ്ട്, ഇറ്റ് ഇസ് ദർ. പിന്നെ ഈ മതിലൂടെ എറിഞ്ഞു തരിക എന്നുള്ള പരിപാടി. അപ്പോൾ ഞങ്ങളുടെ യു സെൻട്രൽ ജയിലിൽ തന്നെ റോഡുമായിട്ട് ഒരു സ്ഥലത്തിൽ റോഡുമായിട്ട് 60 മീറ്റർ വീതിയുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഈസി ആയിട്ട് ഇങ്ങനെ വലിച്ചെറിയാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അവർ അൺലോക്കിന് മുമ്പ് തന്നെ സ്റ്റാഫ് പോയി നോക്കും, അതിൻ്റെ ഔട്ടർ റൗണ്ട് ചെയ്യും, കുറേ ഇടയ്ക്കൊക്കെ കിട്ടും. അപ്പോൾ അവർ അതൊക്കെ മേലെ കയറും. അവർ എപ്പോഴും ക്രിമിനൽസ് ആർ എഹെഡ് ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്നുള്ള പറഞ്ഞ പോലെ. അപ്പോൾ ഓക്കെ, ഈ ക്യാമറ ഇങ്ങനെ തിരിയുമ്പോൾ നോക്കിയാൽ മതി, അതൊക്കെ അറിയാമല്ലോ. ഇവിടെ CCTV ഒക്കെ ഉള്ളതാണ്. അവരങ്ങനെ തിരിയണ സമയമൊക്കെ നോക്കി നിൽക്കണം, ബ്ലൈൻഡ് സ്പോട്ട് ഏതാണെന്ന് അറിയണമൊക്കെ അവർക്കത് മാത്രം നോക്കിയാൽ മതിയല്ലോ. അവരെൻ്റെ കോൺസെൻട്രേഷൻ അങ്ങനെയല്ലേ. അപ്പോൾ ഓക്കെ, 4 പ്രാവശ്യം അവർ കാലത്ത് തന്നെ അൺലോക്കിന് മുമ്പ് സ്റ്റാഫ് പോയി നോക്കിയെങ്കിൽ അവരുടെ 6:30 ശേഷം അറിഞ്ഞാൽ മതി എന്ന് പറയുന്നു. അവർ സംഭവം അത് അവർ മാനേജ്. പിന്നെ മാത്രമല്ല, 30 കൊല്ലം ജയിലിനകത്ത് കിടന്ന ഒരാൾക്ക് എന്നേക്കാളൊക്കെ ആക്സസ് ഉണ്ട് ജയിലിൽ. എവരി നോക്സ് ആൻഡ് കോർണേഴ്സ് ഈസ് വെരി കൈവെള്ളം പോലെ അവനറിയാം. വന്ന ആളുടെ സ്വഭാവം അവനറിയാം. ഒരാൾ കാലെടുത്ത് വെക്കുമ്പോൾ ഗ്രേപ്പ് വൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, മറ്റേ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇയാൾ ഇങ്ങനെ പണിഷ്മെൻറ്റിൽ വന്നാണ്, മറ്റതാണ്, എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ടാവും. ഇയാൾ പറഞ്ഞ പോലെ ഈ ക്രിമിനൽസിന് കൂടുതൽ ബുദ്ധി ഉണ്ടാവും, ക്രിമിനൽ മൈൻഡ് മോർ ഷാർപ്പ് അങ്ങനെ ഉണ്ടാവും ഉണ്ടെന്ന് പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒറ്റ കുന്തമനയല്ലേ, സ്പിയർ ഹെഡല്ലേ, അവർക്കത് മാത്രം മതിയല്ലേ. പണ്ട് പറയാറുണ്ട്, ഞങ്ങൾ കീ മൊയ്തി എന്ന് പറഞ്ഞ ആളുണ്ട്, അത്ര അവൻ നോക്കി പൂട്ട് തുറക്കുമെന്ന് പറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ്, അത്ര കോൺസെൻട്രേഷനാണ് അവനടുത്ത്. ഞാനൊരു ഇതേമാതിരി നമ്മൾ ഇത്ര ഇതല്ലേ, അവനൊരു തടവാറുണ്ട്, ഈ കാറ് നമ്മൾ വണ്ടിക്ക് പോകുമ്പോൾ അത് പോവാതിരിക്കുക എന്താ ചെയ്യണ്ടേ? അപ്പോൾ ചോദിച്ചു പറഞ്ഞു, അത് പോകും സാറേ, നീ എന്താണ് ചെയ്താലും ഞാൻ എടുക്കുന്നു, നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും ഞാൻ എടുക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്താ ചെയ്യുക? ഞാൻ കൊണ്ടുപോയിക്കുകയാണെങ്കിൽ എന്നെ അറിയാത്ത പോലെ എവിടെയെങ്കിലും കണക്ഷൻ പിടിച്ചിടുന്നു, ആർക്കും അറിയാത്ത പോലെ. അല്ലാതെ ഒരു സാധനം കൊണ്ടുവച്ചാൽ അവന് സമയം കൊടുത്താൽ അവൻ എടുക്കുന്ന ആൾക്കാരുണ്ട്, അത്ര സ്കില്ലുണ്ട്. പിന്നെ ചില ആൾക്കാർ അത് അവരുടെ ഈ പറഞ്ഞ മാതിരി മെൻ്റൽ കേസ് തന്നെയാണ്. എക്സ്പെർട്ട് മെക്കാനിക്ക് ആൾക്കാരുണ്ട്, എക്സ്പെർട്ട് മെക്കാനിക്ക്. ഇപ്പോഴും ജയിലിൽ തന്നെയാവും അയാൾ, സേതു എന്നാണ് പേര്, ഇപ്പോഴും ജയിലിലുണ്ടാവും. അവൻ്റെ ഇങ്ങനെയാണ് അത്. എന്ത് അപ്പോൾ മറ്റേ ഇതിൽ പറയില്ലേ, മൈ നെയിം ഈസ് ഖാൻ സിനിമയിൽ പറയില്ലേ, റിപ്പയർ ഓൾമോസ്റ്റ് എനിത്തിങ് എന്ന് പറഞ്ഞ ബോർഡ് വയ്ക്കണം, കണ്ടിട്ടില്ലേ? അതേപോലെ എന്ത് കൊടുത്താലും റിപ്പയർ ചെയ്യും, അത്ര എക്സ്പെർട്ട്. മോഷണം, ചെറിയ മോഷണങ്ങൾ. അവന് കുറച്ച് കഴിഞ്ഞാൽ കാറ് കണ്ട കൈ ധരിക്കും, കാർ എടുത്തിട്ട് പോകും. എന്നാൽ ജയിൽ പ്രശ്നക്കാരൊന്നുമല്ല, നമുക്ക് വളരെ ഉപകാരിയാണ്. എന്ത് കാര്യം ഏൽപ്പിക്കാം. ഫോർ എക്സാമ്പിൾ ഒരിക്കൽ പറഞ്ഞാൽ ഞങ്ങളുടെ 15 കൊല്ലം കഴിയുമ്പോൾ വാഹനങ്ങൾ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ ഫീമെയിൽ ജയിലിലത്തെ 15 കൊല്ലം കഴിഞ്ഞു, പക്ഷേ എൻ്റെ ബോഡിയൊക്കെ ഓക്കെയാണ്. ഞങ്ങളാണെങ്കിൽ 2 പോക്കാണ്, ഇതിന്1 കൊല്ലം ബാക്കിയുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഞാൻ പറഞ്ഞു, തല മാറട്ടെ എന്ന് പറഞ്ഞു. ഫേസ് ഓഫ് എടുത്ത് ഇങ്ങോട്ട് വെച്ചു, ഇതെടുത്ത് അങ്ങോട്ട് വെച്ചു, ഒരു കുഴപ്പമില്ല, പ്രശ്നം കഴിഞ്ഞു. ഒരു കോസ്റ്റ്യൂം ഇല്ലേ നമുക്ക്. അങ്ങനെ എക്സ്പെർട്ടുകളുണ്ട്. പിന്നെ ഒരു ഉദാഹരണം പറയാം. ഇത് അവനൊരിക്കൽ അവിടെ ഈ വണ്ടി മെക്കാനിക്കുകളുടെ എക്സ്പെർട്ടീസ് പറയുക. അവിടെ ഞങ്ങളുടെ ജിപ്സി ഉണ്ടായിരുന്നു, പണ്ട് ഞങ്ങൾക്ക് ജിപ്സി ഉണ്ടായിരുന്നു. അതാരും ഉപയോഗിക്കാണ്ട് ഭയങ്കര 8 കിലോമീറ്റർ മറ്റോ ഓടാത്, ആർക്കും വേണ്ട. അപ്പോൾ അതിനെ തുരുമ്പിച്ചു പോയി. അവസാനം ലേലം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയർ വിലയിടും 25,000 രൂപ. 25,000 രൂപ ഇട്ടുണ്ടെങ്കിൽ വിട്ടാൽ കുഴപ്പമില്ല. ഗംഭീര വണ്ടി, കണ്ടീഷൻ വണ്ടിയാണ് സംഭവം, പെട്രോൾ ടാങ്ക് വരെ ഓട്ടേ. അപ്പോൾ നമ്മുടെ എക്സ്പെർട്ട് ഉണ്ടായിരുന്നു, ഒന്ന് നോക്കണേ, നമ്മൾ ഉറച്ച് വൃത്തിയാക്കി ജയിലിലത്തെ. എന്നിട്ട് അവൻ ഒരു കുപ്പിയിൽ പെട്രോളാക്കിയിട്ട് അതിന് വെച്ചിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തു. ഇതിലൊഴിക്കാൻ പറ്റൂല, അങ്ങനെ ഓട്ടയാണത്. അപ്പോൾ ഓക്കെ, അങ്ങനെ കാണിച്ചിട്ട് ഞാനത് ലേലം ചെയ്ത് 1.25 ലക്ഷം രൂപയ്ക്ക് 1.25 ലക്ഷം രൂപയ്ക്ക് ലേലം ചെയ്ത്. അതിന് ഞാനൊരു മാർഗം ചെയ്തു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയിലിലൊക്കെ ലേലം വയ്ക്കുമ്പോൾ കുറേ പേര് ഒരുമിച്ച് വരും, അവർ സെറ്റായി നിൽക്കും, നമുക്കതിന് കൂട്ടാൻ പറ്റില്ല, അങ്ങനത്തെ ലേലം ചെയ്യും. അങ്ങനെയാണ് ഒരു കെട്ട് ടീം എന്ന് പറയുക. എന്ത് ലേലത്തിൽ അങ്ങനെ പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ സംഭവമുണ്ട്, നീ ഒരു കൺസീൽ ടെൻഡർ വയ്ക്കുമെന്ന് പറഞ്ഞു. അവനെക്കൊണ്ട് ഞാൻ 60,000 രൂപയുടെ കൺസീൽ ടെൻഡർ വെച്ചു. എന്നിട്ട് അതോടെ വെച്ചു ലേലത്തിന് മുമ്പ്. ഞാൻ പറഞ്ഞു, ലേലം വിളിച്ചോ, അത് കഴിഞ്ഞ് തുറക്കും, ഇതാണെങ്കിൽ ഇത് കൊടുക്കും എന്ന് പറയുമ്പോൾ അവർ കെട്ട് പൊട്ടി 1.25 ലക്ഷം രൂപയ്ക്കാണ് പോയത്. അത് ഇവരെ കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യിച്ചു കാണിച്ചു കൊടുത്തു. അങ്ങനെ
ഈവൻ എന്ത് വർക്ക് ചെയ്യാനും മേസന്മാർ, വെൽഡിങ് നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്തുകൂടെ? യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പൾസർ സുനിയൊക്കെ വീയൂരായിരുന്നു. ആ ഇപ്പോൾ ഉണ്ട്. അവരപ്പോൾ ഇപ്പോൾ ചവിട്ടി കയറ്റിക്കാണ് പോകുന്നത്. അവിടെ വീണ്ടും പ്രശ്നമുണ്ടാക്കി. അവന് ചെറിയ പണിക്കൊക്കെ ഇറക്കിയതായിരുന്നു. എന്തോ ഒരു ഫോൺ തരികട പിടിച്ചിട്ട് അവനെ വീണ്ടും പൂട്ടിയിട്ടൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ ഈ ചില സിനിമകളിലൊക്കെ കാണും, ഈ ഒരു ക്രിമിനൽ വരുന്നു, അയാളുടെ കൂടെ തടവുകാരനായിട്ട് പോലീസ് തന്നെ വേറൊരാളെ ഇടുന്നു, അയാളിലൂടെ രഹസ്യങ്ങൾ ചോർത്തുന്നു. അങ്ങനെയൊക്കെ സിനിമയിൽ മാത്രമാണ്, അത് റിയലി ഉണ്ടോ അങ്ങനത്തെ സംഭവം? കുറവാണ്. കാരണം ഞങ്ങൾ പോലീസിംഗ് അല്ലല്ലോ, ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾക്കില്ല. ഞങ്ങൾ കറക്ഷണൽ ഓഫീസറാണ്. സ്റ്റിൽ ഒരു കേട്ടപ്പോൾ ഉദാഹരണം ഒരു ഓർമ്മ വരുന്നത് എറണാകുളം സബ് ജയിലിൽ തന്നെയാണ് തോന്നുന്നു. റൂമിൽ കിടക്കുന്ന ആൾ മറ്റു തടവുകാരൻ പറഞ്ഞ കഥയിൽ നിന്നും തുടങ്ങി ഒരു കേസ് തെളിയിച്ചിട്ടുണ്ട്. ആക്ച്വലി അവൻ രക്ഷപ്പെട്ടു പോകുന്നതായിരുന്നു, അവൻ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞത് ഇവനോട് പറഞ്ഞു. ഇവൻ പുറത്തു പോയി പറഞ്ഞു. അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇവനിവിടെ അമറുൽ ഇസ്ലാമിലിട്ട സമയത്ത് ഞങ്ങളങ്ങനെ അവൻ്റെ കേസ് എടുക്കാൻ വേണ്ടി ഞാനായിരുന്നു സൂപ്രണ്ട് ഇപ്പോൾ ഇവിടെ എറണാകുളം ജില്ലാ ജയിലിൽ ഫസ്റ്റ് റിമാൻഡ് വന്നപ്പോൾ. അപ്പോൾ ഇവൻ അന്ന് കുറേ കേസുകൾ കിട്ടിയിട്ടില്ലല്ലോ. അന്ന് ഞങ്ങളൊരു ഹിന്ദി അറിയാവുന്ന ഒരു തന്നെ ഇട്ടിട്ട് കുറേ നോക്കിയിട്ടൊക്കെ ഉണ്ട്. അപൂർവമായിട്ടൊക്കെ നടക്കാൻ ഞങ്ങൾ പോലീസിനെ സഹായിക്കും, ഇൻവെസ്റ്റിഗേഷനെ സഹായിക്കും പലപ്പോഴും. പിന്നെ ജയിലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ പ്രോപ്പർട്ടി ആയി, കൺവിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഷെഡായി അതിനെ നോക്കേണ്ടത്. അങ്ങനൊന്നും പറഞ്ഞാൽ സംഭവിക്കില്ലല്ലോ, കോടതി ഉത്തരവ് വേണ്ടേ. പിന്നെ ഒരു കേട്ടസിൽ നമ്മുടെ ഇപ്പോൾ SP റൂമിലേക്ക് വന്ന് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മൾ എഗെയിൻസ്റ്റ് ഒന്നും അല്ല ഇതിനൊന്നും. പക്ഷേ ആസ് പെർ ദ റൂൾ കോർട്ട് ഓർഡർ വേണം. പേഴ്സണൽ ജുഡീഷ്യൽ കസ്റ്റഡി ആണ് റിമാൻഡഡ്. മറ്റത് കൺവിക്റ്റഡ് ആണ്. കൺവിക്റ്റഡ് സോൾ പ്രോപ്പർട്ടി ഓഫ് ഞങ്ങളുടെ ആണ്. ഉണ്ട്, വേറെയാണ്, വേറെ റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ IAS പോലെയാണ്. ഒരു റാങ്ക് ലിസ്റ്റിലുള്ള ടോപ്പ് റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്ക് കൊടുത്ത് ആദ്യം പോലീസിലേക്ക് പോകാം, പ്രസിഡന്റിലേക്ക് പോകാം, അങ്ങനെ വരുന്ന രീതിയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ SI ആയിട്ട് കയറിയതാണ്. ഇൻ ദ സെൻസ് അസിസ്റ്റൻറ്റ് സൂപ്രണ്ടൻ്റായിട്ട് കയറിയതാണ്. PSC വഴിക്ക് കയറിയതാണ്. ഞങ്ങളുടെ ട്രെയിനിങ്, ഓഫീസേഴ്സിൻ്റെ ട്രെയിനിങ് 5 സദേൺ സ്റ്റേറ്റ്സിൻ്റെ ട്രെയിനിങ് വെല്ലൂരാണ്. വെല്ലൂർ സെൻട്രൽ ജയിലിൻ്റെ അടുത്തുള്ള അക്കാഡമി ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷൻ അഡ്മിനിസ്ട്രേഷൻ, അവിടെയാണ് ഞങ്ങളുടെ ട്രെയിനിങ്. അപ്പോൾ എനിക്ക് പറഞ്ഞ കാര്യം മറ്റുള്ള ഈ സൈക്കോളജിയും ക്രിമിനോളജിയും പീനോളജിയും ഒക്കെ നമുക്കത് ഇതൊക്കെ പറയുമ്പോൾ 26 വർഷം കൊണ്ട് ഞാൻ ഒരുപാട് ആൾക്കാർ നമുക്കൊരു ഒരു സൈക്കോളജി പഠനം നമുക്കുണ്ട്. ഒരാളെ കാണുമ്പോൾ നമുക്കൊരു ഊഹം ഉണ്ടല്ലോ, അതൊരു 10-7% ശരിയാവും. ഇപ്പോഴും ഒരാളെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ തോന്നില്ല, നമ്മൾ എന്തായാലും നമ്മൾ അത്രയും ആൾക്കാരെ കണ്ട് പരിചയമുള്ളത് കൊണ്ടും അവർ സംസാരിക്കുമ്പോൾ അവരുടെ രീതിയൊക്കെ നമുക്ക് അറിയാതെ നമ്മൾ പഠിച്ചു പോകുമല്ലോ. ഞാൻ ഒറ്റയൊന്നുമല്ല, എനിക്ക് അന്ന് കിട്ടിപ്പോയി കയറിപ്പോയതാണ്. ഈ കേരളത്തിൽ ഒരു സെൻട്രൽ ജയിൽ കൂടി ആവശ്യമുണ്ടോ? കാരണം ഞാൻ ചോദിക്കാൻ കാരണം നേരത്തെ ഹൈ സെക്യൂരിറ്റി പ്രിസൺ പറഞ്ഞു, അതിന്റെ പർപ്പസ് സെർവ് ചെയ്തില്ല. അതുപോലെ ഇതുപോലെ ഒരുപാട് ലൂപ്പ് ഹോൾസ് മൊബൈൽ കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു സെൻട്രൽ ജയിൽ കൂടി അല്ലെങ്കിൽ മറ്റൊരു പുതിയ ജയിൽ ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞില്ല, കേരളത്തിൽ 12,000 ആണ് പോപ്പുലേഷൻ എങ്കിൽ ഏകദേശം ഒരു 8,500 അല്ലെങ്കിൽ 9,000 താഴെയെ ഓതറൈസ് കപ്പാസിറ്റി ഉള്ളൂ. ഇത്തരം കാര്യങ്ങൾ സുപ്രീം കോടതിയൊക്കെ വളരെ വീക്ഷിക്കുന്നുണ്ട്. കൃത്യമായിട്ട് അവരുടെ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച് ഇതൊന്നുമല്ല കൺസേൺ, ഈ പറയണമെന്നല്ല സുപ്രീം കോടതി പറയുന്നത്. അവർക്ക് റാമ്പ് വയ്ക്കണം, ഭിന്നശേഷി സൗഹൃദമാകണം, അവർക്ക് ലീഗൽ സർവീസ് കൊടുക്കണം, ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കണം. അങ്ങനെ ഭയങ്കരമായി ഇതിനെ ഇപ്പം ഞാൻ പറയുന്നതിനേക്കാൾ അപ്പുറത്താണ് സുപ്രീം കോടതി ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ അവർക്ക് നിയമപരമായിട്ടുള്ള താമസ സൗകര്യം കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു കുറവാണ്, ഒരു പരിഷ്കൃത സമൂഹത്തിന് കുറവാണ്. നമ്മൾ ഞാൻ നെൽസൺ മണ്ടേല പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ഒരു രാഷ്ട്രം മനുഷ്യാവകാശങ്ങളെല്ലാം സിവിലൈസറാണ്, എല്ലാ മനുഷ്യാവകാശങ്ങളും പാലിക്കുന്നു എന്ന് വിചാരിക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് സിറ്റിസൺ ഇതെല്ലാം കിട്ടിയെന്ന് ഉറപ്പ് വരുത്തണം. ഇതിൻ്റെ ഹയസ്റ്റ് സിറ്റിസൺ അല്ല. ഇവിടുത്തെ വലിയ ആൾക്കാർക്കെല്ലാം നിയമപരിരക്ഷണം കിട്ടുക എന്നുള്ളതല്ല, ഏറ്റവും ലോവസ്റ്റ് ആയ ആൾക്ക്. കാരണം ജയിലിൽ പോലും ഈ പറയുന്ന നിയമങ്ങളെല്ലാം നിങ്ങൾ ഓക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം ആ രാജ്യത്ത് എല്ലാം ഉണ്ട് എന്ന് പറയാം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ കേസിൽ എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് ഒരാൾ മീൻ വിൽക്കുന്ന ഒരാൾ സൈക്കിൾ ഓടിച്ച് പോകുന്നു, ആളെ വണ്ടി ഇടിച്ച് അയാൾ ഹോസ്പിറ്റലിലായി, കാലൊടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഒരു 6 മാസത്തേക്ക് അവനതില്ല, അവിടെ ചികിത്സാ കാശൊക്കെ പോയി. എന്നാൽ തൊട്ട് മുമ്പ് അവനൊരു ക്രൈം ചെയ്തിട്ട് അകത്ത് വന്നിട്ട് ഉണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ ഞങ്ങൾ നോക്കും. ജയിലിൽ വെച്ചിട്ട് ഹാർട്ട് സർജറിയും ഓപ്പൺ ഹാർട്ടും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്ന സംഭവങ്ങളുണ്ട്. പിന്നെ
ജയിലിൽ വെച്ച് വരുന്ന എല്ലാ എക്സ്പെൻസും പിന്നെ പേഴ്സണൽ കസ്റ്റഡി എന്ന് പറഞ്ഞാൽ പിന്നെ സർക്കാർ പ്രോപ്പർട്ടിയാണ്. അയാളുടെ എല്ലാ ചികിത്സകളും. അതെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മതിയായ ശരിക്കും പറഞ്ഞിട്ടുള്ള നിയമപ്രകാരമുള്ള ഓതറൈസ്ഡ് അക്കൗണ്ട് കപ്പാസിറ്റി ഇല്ല. അത് കൈവരുത്തണം. അപ്പോൾ അത് പുതിയത് ജയിൽ ആവശ്യമുണ്ട്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കൂടിയാൽ ക്ലാസ് റൂമുകൾ കൂടണ്ടേ, കുട്ടികളും ക്ലാസ് റൂമുകളും കൂടിയാൽ സ്കൂളുകൾ കൂടണ്ടേ, അപ്പോൾ അധ്യാപകരും കൂടണ്ടേ. സെയിം ജയിലിൽ ആൾ കൂടിയാൽ എണ്ണം കൂടണ്ടേ. ക്രൈം കൂടി വരികയാണ്, പോപ്പുലേഷൻ കൂടി വരികയാണ്. പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് ക്രൈമിൻ്റെ എണ്ണം കൂടും. നമ്മളെ സംബന്ധിച്ച് ബുക്കിംഗ് കൂടുന്നതനുസരിച്ച് കൂടുന്നുണ്ട്. ഇപ്പോൾ യു പിയിലെ പോപ്പുലേഷനും അവിടുത്തെ ജയിലിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതലായിരിക്കും. നമ്മൾ കൂടുതൽ ബുക്കിംഗ് ഉണ്ട് ഇവിടെ, കുറച്ചൊരു സിവിലൈസ്ഡ് ആണല്ലോ. സ്റ്റിൽ യു പിയിലൊക്കെ അത്രയും 1.5 ലക്ഷം വേണ്ടാണ് കേട്ടോ. 1.25 ലക്ഷം 1.5 ലക്ഷം വരെയാണ് യു പി മറ്റേ ജയിൽ പോപ്പുലേഷൻ. ഈ ജയിൽ ഉപദേശക സമിതിയെ അതാണ് എത്രത്തോളം നിഷ്പക്ഷമാണ്? ഉദാഹരണം കണ്ണൂരൊക്കെ രാഷ്ട്രീയ തടവുകാരെ വിടാൻ വേണ്ടിയിട്ടൊക്കെ റിലീസിന് ജയിൽ അഡ്വൈസറി ബോർഡിലെ ചെയർമാൻ ജയിൽ DGP ആണ്. അതിൻ്റെ മെമ്പർമാരായിട്ടുള്ള സെഷൻ ജഡ്ജ്, SP, കളക്ടർ, പ്രൊബേഷൻ ഓഫീസർ, പിന്നെ 3 പേരെ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യും. നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ്. ചിലപ്പോൾ മിക്കവാറും MLA യോ MP ഒക്കെ ആയിരിക്കും. പിന്നെ 2 പേരുണ്ടായിരിക്കും. അപ്പോൾ ഈ ഭൂരിപക്ഷമാണ് തീരുമാനിക്കുക. ഈ കോറത്തിൽ 8 പേരുണ്ടെങ്കിൽ 5 പേര് യെസ് അവനെ റെക്കമെൻഡ് ചെയ്യാമെന്നോ റെക്കമെൻഡ് ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ താല്പര്യമൊക്കെ നടക്കും. അതിൽ ഈ രാഷ്ട്രീയക്കാരെ ഉപദേശ സമിതിയിൽ ഉൾപ്പെടുത്തുന്നത് അത്രത്തോളം ശരിയാണ്. കാരണം ഈ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട കുറ്റവാളികളെ ജയിലിൽ കിടക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ശരിയാണ്? അത്ര ശരിയല്ല എന്ന് തന്നെ എൻ്റെ അഭിപ്രായം. ഉദാഹരണത്തിന് P. ജയരാജൻ കണ്ണൂർ. അതെ. ഞാൻ 2012 പുള്ളി അവിടെ തടവുകാരനായിരുന്നു. അതെ. അപ്പോൾ അതത്ര ശരിയല്ല. അപ്പോൾ ശരിക്കും ഇവർക്ക് പകരമായിട്ട് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് വേണം. എല്ലാം ഒഫീഷ്യൽ തീരുമാനിക്കാൻ പാടില്ലല്ലോ, ഏകപക്ഷീയമാവുമല്ലോ. നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് വേണമെങ്കിൽ അത് ഈ പറഞ്ഞതുമാതിരി ഈ സൈക്കോളജി, ക്രിമിനോളജി, സോഷ്യോളജിയിലൊക്കെ ആൾക്കാരുള്ള പ്രാവീണ്യമുള്ള ബന്ധപ്പെട്ട ആൾക്കാരാവണം എന്നുള്ളതാണ് ശരി. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ജയിൽ അഡ്വൈസറി ബോർഡിൽ ജയിലിൻ്റെ അഭിപ്രായത്തിന് നല്ല വെയിറ്റേജ് നോക്കണം. ഞങ്ങൾക്കല്ലേ പറയാൻ പറ്റുള്ളൂ ഇവനെ വിടണോ വിടണ്ടേ എന്നുള്ള അഭിപ്രായം. ഇന്നലെ വന്നവരുടെ ഈ വായിക്കുന്ന ആൾക്കാണോ മനസ്സിലാവുക, ജയിലിലെ ആൾക്കാർക്കാണ് മനസ്സിലാവുക. അപ്പോൾ ആക്ച്വലി ജയിൽ അഡ്വൈസറി ബോർഡിൽ വളരെ ലോങ് ടേമായ ആൾക്കാരെല്ലാവരും പോകണം തന്നെയാണ്. ആ പക്ഷത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എന്തിനാണ് ഇവർ തീറ്റിപ്പോറ്റുന്നത്? നേരത്തെ പറഞ്ഞില്ലേ, ഒരു 10, അതായത് ഒരാൾക്ക് ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു തടവുകാരനെ ജയിലിൽ നോക്കാൻ 1 ലക്ഷം രൂപ ചിലവുണ്ട് ഒരു കൊല്ലം. ഏറ്റവും ചുരുങ്ങിയത്. ചിലപ്പോൾ കൂടും ചെയ്യും. ഇപ്പോൾ 25 കൊല്ലം കിടന്ന ആളെ വീണ്ടും ബുക്ക് ചെയ്യണത് അടുത്തൊരു 1 ലക്ഷം ചിലവാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതിനാണ് കൂടുതൽ പോകും. നോർമൽ ചിലവാട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ ആൾക്കാർ ഇങ്ങനെ കൂട്ടിയിടുന്നത്? അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോഴും നമ്മൾ എഗെയിൻ അന്നത്തെ ക്രൈമിനെ പറ്റിയാണ് പറഞ്ഞത്. ആ ക്രൈമിനാണ് അവൻ കിടന്നത്. എന്നിട്ട് ഓക്കെ, നേരത്തെ പറഞ്ഞ പോയിന്റ് വളരെ റെലവൻ്റാണ്. വിക്ടിമിന് മുമ്പിൽ കൂടെ നടക്കുമ്പോൾ വിക്ടിമിന് മുമ്പിൽ നടക്കരുത്. അവനപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടീഷണൽ വയ്ക്കുക, നീ ഇവിടെ പ്രവേശിക്കരുത്, വേണ്ട നീ കേരളത്തിലെ വേണ്ടാന്ന് വെച്ചോ, അങ്ങനെ എന്തെങ്കിലും എനിക്ക് കണ്ടീഷൻ വെച്ചിട്ട് പോട്ടെ. മാത്രമല്ല ഇപ്പോൾ എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പുറത്തിറങ്ങിയിട്ട് 2 കൊല്ലത്തേക്ക് അവരുടെ സേവനത്തിൻ്റെ ഒരു ഭാഗം വിക്ടി കോമ്പൻസേഷനിലേക്ക് വരണം പോലെ വെച്ചോട്ടെ. അല്ലെങ്കിൽ അവരെ 2 ഇങ്ങനെ കണ്ടീഷൻ വയ്ക്കാം. അവരിറങ്ങിയിട്ട് ഇതേ ജയിൽ വേതനത്തിന് തന്നെ സർക്കാരിൻ്റെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ജോലിക്ക് നിർത്തട്ടെ. ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റലിൽ ക്ലീനിങ് ജോലി നിൽക്കട്ടെ, എന്നിട്ട് ജയിൽ വേതനം തന്നെ കൊടുക്കുക. അവർ 2 ലാഭമായി. ഒന്നാനെ കൊണ്ട് പണിയിപ്പിക്കുന്നു, ഗവൺമെൻറ് പുതിയ വേതനം കൊടുക്കണ്ട, അവനെ എൻഗേജ്ഡ് ആക്കി. അങ്ങനെ ഓരോന്നും ചെയ്യാൻ അങ്ങനെ മാറ്റണം. തീർച്ചയായിട്ടും നമ്മൾ ഒരാളെ പിടിച്ച് ആദ്യകാലം ജയിലിലിടുക എന്ന് പറയുന്നത് ഒട്ടും അപ്രീഷിയേറ്റബിൾ സംഗതിയല്ല. അവരുടെ ഇഷ്ടത്തിന് ആൾക്കാരെ റെക്കമെൻഡ് ചെയ്യുന്നത് ശരിയാണ്. അതാണല്ലോ പലരും കാണുന്നത്. അല്ല, അത് ഈ ബോർഡിൻ്റെ ഭൂരിപക്ഷത്തിനാണ് പോവാം. ഈ ടേം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ടേം ഉണ്ടോ? 2 കൊല്ലത്തിനാണ് ഈ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിൻ്റെ. ബാക്കിയെല്ലാം മിക്കവാറും അത്തരം കാര്യങ്ങളിൽ സെഷൻ ജഡ്ജിയൊക്കെ തന്നെ പ്രോമിനൻ്റിൽ എടുക്കുക. ലീഗൽ ആസ്പെക്ട്സ് അവരാണ് എടുക്കുക. അവർ അപ്പോൾ ഞാനൊക്കെ എപ്പോഴും പ്രോ ആയിട്ട് നിൽക്കും. എല്ലാവരും പോകണം തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തിനാണ് പിടിച്ചിടണേ, നമ്മളെല്ലാം കാണുന്നേ എന്നുള്ളതാണ്. ഒരു 18 കൊല്ലം കഴിഞ്ഞ ആൾക്കാരെ വിടണം തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. കേട്ടോ, കണ്ടീഷൻ വെച്ചോട്ടെ, കണ്ടീഷൻ വെക്കട്ടെ. എന്തിനാണ് അവരെ നമ്മൾ ബേർഡൻ ചെയ്യുന്നത്, ഏറ്റെടുക്കുന്നത് എന്തിനാണ്? 20 വർഷം കഴിഞ്ഞ ആളെ വീണ്ടും 1 ലക്ഷം രൂപ ചിലവാക്കി. മാത്രമല്ല അത്തരം മൂത്ത് കിടക്കുന്ന പെരിച്ചാഴികൾ ജയിൽ സിസ്റ്റത്തിന് ബുദ്ധിമുട്ടാണ്. ഏറ്റവും സീനിയറായ ആൾക്കാർ ജയിലിൻ്റെ അഡ്മിനിസ്ട്രേഷനും ബുദ്ധിമുട്ടാണ്.
അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഒരു കാര്യം നമുക്ക് ഓരോ ഇംപ്ലിമെൻ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ തീർച്ചയായും അതൊരു നല്ലൊരു ആശയമല്ല. ദീർഘകാലം ജയിലിലിടുക എന്ന് പറയുന്നത് നല്ല ആശയമല്ല. പക്ഷേ അവരെ പോസ്റ്റ് റിലീസ് പീരീഡിനെ എങ്ങനെ നമുക്ക് ഗുണകരമായിട്ട് പരിവർത്തനം ചെയ്യണം നമ്മൾ ആലോചിക്കണം. ഈ പറഞ്ഞ മാതിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റണം. ഇത് ഈ ജയിൽ പുള്ളികളെ ഈ ഒരു പീരിയോഡിക് അസസ്മെന്റ് നടത്താറുണ്ട്. അവരുടെ മെന്റൽ സ്റ്റേറ്റസ്, അവരുടെ ഒരു റിഫോം അവരുടെ മനസ്സിൽ നടക്കുന്നുണ്ടോ? അങ്ങനെ ഇപ്പോൾ സാധാരണ ഒരു വെസ്റ്റേൺ ജയിൽസിലൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ് ഒരു പീരിയോഡിക് അസസ്മെന്റ് യൂസിങ് ഒരു കുറച്ച് എക്സ്പെർട്സ്. അതിൽ ക്രിമിനോളജിസ്റ്റ് ഉണ്ടാവും, സൈക്കോളജിസ്റ്റ് ഉണ്ടാവും, ജയിലിൽ തന്നെ ഓഫീഷ്യൽസ് ഉണ്ടാവും. അത് കുറേ കാര്യങ്ങളിൽ അവരുടെ നിന്ന് നമുക്ക് ഗ്യാദർ ചെയ്യാനും പറ്റും. അതല്ലാണ്ട് അവരുടെ കറണ്ട് സിറ്റുവേഷൻ അസസ് ചെയ്യാനും പറ്റും. നമ്മുടെ ജയിൽസിൽ അങ്ങനൊരു പ്രോസസ്സ് നടക്കും. സയൻറ്റിഫിക് ആയിട്ട് നടക്കുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന നമുക്ക് റെമിഷൻ സിസ്റ്റം ഉണ്ട്. അതായത് ഒരു കൊല്ലം ശിക്ഷിക്കപ്പെട്ട് വന്ന ഒരാൾ നമുക്ക് ജോലിക്ക് ഇറക്കുന്നു. ജോലിക്ക് ഇറക്കുമ്പോൾ ഓരോ മാസവും 2 മാർക്ക് 2 ദിവസം അതിൻ്റെ ഇൻഡസ്ട്രിയസ് ബിഹേവിയറിനും 2 മാർക്ക് ഗുഡ് കണ്ടക്റ്റിനും കൂടി കൊടുക്കും. 4 മാർക്ക് അവന് 4 ദിവസം ഇളവ് കിട്ടി. അതങ്ങനെ വർദ്ധിച്ചു വരുന്നു. പിന്നെ കൂടുതൽ വരുമ്പോൾ കുറച്ച് കൂട്ടി കൊടുക്കും. അങ്ങനെ റെമിഷൻ സിസ്റ്റം ഉണ്ട്. എന്തെങ്കിലും പണിഷ്മെൻറ്റ് വന്നാൽ നമുക്ക് ഫോർഫിറ്റ് ചെയ്യാം. അങ്ങനെ ശിക്ഷ ഇളവിന് വേണ്ടിയിട്ട് ഇവർക്ക് പണിക്ക് പോകാനൊക്കെ ഇഷ്ടമാണ്, ഒക്കെ ചെയ്യുന്നതൊക്കെയാണ്. പിന്നെ നല്ല പരോൾ കിട്ടുന്ന ആൾക്കാർ, പരോൾ വെച്ചാൽ ലീവ്. അപ്പോൾ അതൊരു കൃത്യമായിട്ട് പരോൾ പോകുന്ന ഒരാളാണ്. അവനെന്തെങ്കിലും ഒരു നെഗറ്റീവ് പണിഷ്മെൻ്റ് ഉണ്ടായാൽ പരോൾ വിടില്ല. അപ്പോൾ പരോൾ അങ്ങനെ അതൊക്കെ നമ്മളൊരു മോട്ടിവേഷനിൽ നിർത്തും. നന്നായിട്ട് ചെയ്താലേ നിങ്ങൾക്ക് പരോൾ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടെ കേസ് ഉണ്ടാക്കരുത്, അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കണ്ടീഷനൊക്കെ വയ്ക്കും. അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നൊരു കാര്യങ്ങൾ. പിന്നെ ഇതൊക്കെ പറയുമ്പോഴും തീർച്ചയായിട്ടും ജയിലിനകത്തുള്ളൊരു രാമമാരെന്നല്ല, ഒക്കെ എല്ലാവരും ഈ മനസ്സിൽ ക്രിക്കറ്റൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഒരുപാട് സമയം അവർക്കുണ്ടല്ലോ. അപ്പോൾ ഒരു ഫോൺ വഴിക്കും എങ്ങനെയൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ നമ്മളോട് നന്നായി പ്രിറ്റൻഡ് ചെയ്യും. നമുക്ക് തെളിവുകൾ കിട്ടിയാൽ നമ്മൾ ആദ്യം ജയിൽ പണിഷ്മെൻറ്റുകൾ ആദ്യം തന്നെ ഫോൺ നമ്മൾ നിരോധിക്കും, കൊടുക്കരുത് കുറച്ച് കാലത്തേക്ക്. ഇൻ്റർവ്യൂ നിരോധിക്കും, ചക്കാവിട്ട് കാഴ്ച നിരോധിക്കും, അതിൻ്റെ പണികൾ മാറ്റും, അല്ലെങ്കിൽ പണി കൊടുക്കില്ല. പിന്നെ കുറച്ചുകൂടി ഹീന ഒരു കാര്യം മൊബൈൽ പിടിച്ചു മറ്റു പിടിച്ചാൽ പോലീസ് കേസാക്കും, വീണ്ടും വേറെ കേസാക്കും. പക്ഷേ നമ്മളൊരു ക്യാൻസർ വന്ന ആൾക്ക് മോക്കര് വന്നിട്ട് എന്താ കാര്യം? ലൈഫ് കിടക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ പിടിച്ചിട്ട് ലൈഫ് കിടക്കുന്ന ആൾ അവന് പരോളും കിട്ടുന്നില്ല. ഇപ്പോൾ NDPS കേസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പരോൾ കിട്ടില്ല, അല്ലെങ്കിൽ പോക്സോ കേസിന് പരോൾ കിട്ടില്ല. കിട്ടില്ല എന്ന് ഉറപ്പുള്ള ആൾക്ക് വീണ്ടും ഒരു മൊബൈൽ ഫോൺ പിടിച്ചിട്ട് 3 മാസം കിട്ടിയാൽ എന്താ കുഴപ്പം? വലിയ കുഴപ്പക്കാരൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കാര്യമൊന്നുമില്ല. ഈ തീവ്രവാദ കേസിൽപ്പെട്ടവരെ ഈ താടി വളർത്താൻ ജയിലിൽ ഇല്ലാത്തൊരു ശീലമാണ്, വളർത്താൻ വേണ്ടി അനുമതി. ഒരു മിനിറ്റ്. അപ്പൊ അതുപോലെ സംഭവിക്കുന്നു. അപ്പൊ അത് അവർ ശരിക്കും എന്തിനാണ് അവർ അങ്ങനെ ഒരു ഭാഷ മതപരമായ ഇതല്ലാതെ അത് ഉപയോഗിക്കുന്നത്? അങ്ങനെ ചെയ്യുന്നത് ഡിസിപ്ലിനെയും അതുപോലെ നമ്മുടെ ഹൈജീൻ ഇതിനെയും ബാധിക്കുന്ന ഒരു സംഭവമാണ്. എന്നിട്ടും കോടതി അനുവദിക്കും, ജയിലിൽ അത് സമ്മതിക്കേണ്ടി നിർബന്ധിതരാകും. അത് നല്ലതാണോ? തീർച്ചയായിട്ടും പൊട്ടെ. അതായത് ഡിസിപ്ലിൻ സ്റ്റാർട്ട്സ് ഫ്രം ഹെയർ കട്ട്. അത് തിരിച്ചു വായിക്കുകയാണെങ്കിൽ ഇൻഡിസിപ്ലിൻ സ്റ്റാർട്ടിങ് വിത്ത് ഹെയർ ഗ്രോയിങ്. സ്കൂളിൽ പറയുമ്പോൾ പറയുന്ന കാര്യമാണ്. സ്കൂളുകളിൽ തന്നെ ഹെയർ കട്ട് വേണമെന്ന് പറയും, പിള്ളേർ നടത്തില്ല, അങ്ങനെ നിർത്തും. അപ്പോൾ നമ്മൾ അത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ട്രെയിനിങ് സമയത്ത് ചെത്തി വിടണേ, മുട്ടടിച്ച് ചെത്തി വിടുവനെ അല്ല ട്രെയിനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഡിസിപ്ലിൻ സ്റ്റാർട്ടിങ് ഫ്രം ഹെയർ കട്ട്. അങ്ങനെ ഒരേപോലെ വേണം. ക്യാപ്പ് വെച്ച് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഒരേപോലെ കാണണം, യൂണിഫോമിറ്റി വേണം. നമ്മൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെ ചെത്തി വിടുവനെ. ഇവൻ ട്രെയിൻ സമയത്തൊക്കെ ഷേവ് ചെയ്യുമ്പോൾ ക്ലോസ് ഷേവിങ് കളയാൻ വേണ്ടിയിട്ട് ആളിങ്ങനെ ഒന്ന് നോക്കും, തടഞ്ഞാൽ ആൾ ഇഷ്ടി എടുത്ത് വരയ്ക്കും. ഇത് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു ഷേവ് ചെയ്യാണ്ട് പുറത്തിറങ്ങാൻ ഇപ്പോഴും പറ്റില്ല. എനിക്ക് കാലത്ത് തന്നെ പല്ല് വയ്ക്കുന്ന പോലെ തന്നെ ഷേവ് ചെയ്യാണ്ട് പറ്റില്ല നമുക്ക്. അപ്പോൾ അതൊരു ഡിസിപ്ലിനാണ്. അപ്പോൾ ജയിലിനകത്ത് ഹെയർ കട്ട് പറഞ്ഞിട്ടുണ്ട്, ബാർബർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും ഇവർ അതൊരു ഡിസിപ്ലിൻ്റെ തുടക്കമാണ്. ദിക്കുന്ന തുടക്കം തന്നെയാണത്. എന്നിട്ട് അത് മതത്തിനെയും റിലീജിയനെയൊക്കെ ബന്ധപ്പെടുത്തി കോടതിയിൽ പോയിട്ട് അവർ ഓർഡർ വാങ്ങി കോടതി അനുവദിക്കുന്നു. അല്ലെങ്കിൽ വെറുതെ നേർച്ചയാണ് അതായത് 2 പേരെ കൊന്നിട്ട് വന്നാലായിരിക്കും വേളാങ്കണ്ണിക്ക് നേർച്ച താടി വളർത്തുന്നു. അപ്പോൾ നമ്മളൊക്കെ ആയിട്ട് നിർബന്ധം പിടിച്ച് വെട്ടിയാൽ നമുക്ക് പ്രശ്നമായി. ഉടനെ കടലാസായി ഇതായി സാമീനാണ് അതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനായാലും പലപ്പോഴും തീർച്ചയായിട്ടും പഴയ പോലെ ജയിലുകളിനകത്ത് വന്ന് കയറുമ്പോൾ തന്നെ ഇടിക്കുക, നടയടി അങ്ങനെയൊന്നുമില്ല. വൈ ഷുഡ് നമ്മൾ വീട്ടിൽ പോകേണ്ട തന്നെയല്ലേ, ഇത് കഴിഞ്ഞ് പോകേണ്ടതല്ലേ വീട്ടിലേക്ക്. അപ്പോൾ അങ്ങനെ വെറുതെ വന്നൊരാളെ ഉപദ്രവിക്കാൻ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പക്ഷേ അകത്ത് ഇൻഡിസിപ്ലിൻ കാണിച്ചാൽ നമ്മൾ മിനിമം ഫോഴ്സ് ഉപയോഗിക്കും, അല്ലാണ്ട് പറ്റില്ലല്ലോ. സ്കൂളുകളിൽ കുട്ടികൾ വെറുതെ കാണിക്കുമ്പോൾ ടീച്ചർ ചെയ്യണോ, ഇപ്പോൾ ടീച്ചർക്കും ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ പ്രശ്നം ജയിലുണ്ട്. പണ്ട് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിരുന്നു, ഇപ്പോൾ അത്ര സ്ട്രിക്റ്റ് അല്ല.
അത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കുഴപ്പങ്ങളുണ്ട്. ചില കാര്യങ്ങൾക്ക് അങ്ങനെ നമ്മൾ തക്കതായ ശിക്ഷ കൊടുത്തിട്ട് തന്നെ നീങ്ങണം. ശിക്ഷിക്കാൻ പറയുന്നില്ല. ഈ ജയിലിനകത്ത് ഈ തടവുകാർ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടുകെട്ട് എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ ഉണ്ടാവാറ്? ജയിലിനകത്ത് പിന്നെ ഒറ്റ ബിൽഡിങ്ങിൽ തന്നെ പള്ളിയുണ്ട്, അമ്പലമുണ്ട്, മോസ്കുണ്ട്. ഒരു ഇതിൽ തന്നെ തടവുകാർ തന്നെയാണ് പൂജാരിയും പള്ളിയിലെ മറ്റേ ഇതും മുക്രിയും മറ്റേ എന്താ പറയുക കപ്പ്യാരൊക്കെ തടവുകാർ തന്നെയാണ്. അതൊക്കെ ജോലിയൊക്കെ കൊടുത്ത് ജോലിയാണത്. അവൻ്റെ ജോലി അതാണ്. അവന് വേതനം കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ അതിന് ഇഷ്ടമുള്ള ആൾക്കാർ ആ സമയത്ത് പോകുന്നു. നമ്മൾ അവന് നിയന്ത്രണം വയ്ക്കും. ഈ പറഞ്ഞ ഈ സമയം എല്ലാ ഫുൾ ടൈമൊന്നുമില്ല. കാലത്ത് 9 മണിയാകുമ്പോൾ പൊട്ടിക്കോ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ കയറി ഞങ്ങൾ സെർച്ച് ചെയ്യും. ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ മതത്തിൻ്റെ പേരിൽ അങ്ങനൊരു പ്രശ്നമില്ല. പക്ഷേ നോമ്പ് കാലത്ത് ഇവരെല്ലാവരും നോമ്പ് അനുഷ്ഠിക്കുന്നവരും പിന്നീട് ലാസ്റ്റ് ഇഫ്താർ അങ്ങനത്തെ പരിപാടി തരിക്കഞ്ഞി എന്നുള്ള അതൊക്കെ ചെയ്യും. ശബരിമല കാലത്ത് അവന്മാർ അങ്ങനെ വെച്ചിട്ട് പായസം ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൂടി വരുന്നുണ്ട്. പക്ഷെ നമ്മളത് കഴിയുന്നതും കുറയ്ക്കാനായിട്ട് നോക്കുന്നുണ്ട്. നല്ല സൈനല്ല തീർച്ചയായിട്ടും. ജയിലുകൾ സംബന്ധിച്ചത് വളരെ മിനിമം ലെവൽ. പക്ഷേ ഒട്ടും ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല. കാര്യം ചെയ്ത് മനുഷ്യൻ്റെ മനസ്സമാധാനത്തിനൊക്കെ പറ്റിയ കാര്യമാണല്ലോ അത്. അതുകൊണ്ട് ഒരുപക്ഷെ കുറേ പേർക്ക് അങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഇത് കിട്ടുക. അപ്പോൾ ഒട്ടും ഇല്ലാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അത് റെഗുലേറ്റ് ചെയ്ത് നിർത്തണം. മതത്തിൻ്റെ ഒരു പ്രസരണം നല്ലതല്ല. ഈ കൗൺസിൽ ചെയ്യാനും ഇവരെ ഈ പ്രത്യേകിച്ചും ഇപ്പം നൺസ് ആണെങ്കിൽ ഇവർക്ക് ഒരു കൗൺസിലിംഗ് വരുന്നുണ്ട്. എന്താ പറയുക, അത് പ്രത്യേകം അല്ല അത് അതെ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ചെയ്യുന്നത് ഈ ക്രിസ്ത്യൻ സമൂഹം തന്നെയാണ്. ഇപ്പോൾ ജീസസ് ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർ എന്താ പറയുക ഞായറാഴ്ചകൾ വരുന്നു, പള്ളിയിൽ കുർബാന നടത്തുന്നു. ആ സമയത്ത് ഇഷ്ടമുള്ളവർ പോകുന്നു. പിന്നെ ക്രിസ്മസിനും ഈസ്റ്ററിനൊക്കെ അവരുടെ ഫംഗ്ഷനുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ അങ്ങനെയില്ല. ആകെ മതപരമായ കൗൺസിലിംഗ് ഇല്ല, അങ്ങനെയില്ല. പക്ഷേ ഇവർ ഇടപഴകുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ ഒരു വീട്ടിൽ സഹായിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ നടത്തിയിട്ടൊരു മതപരിവർത്തനം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടില്ല. അത് വെറുതെ പറയുന്നത്. അതും ചെയ്യുന്നുണ്ട്. അതുണ്ട്. അവർ ഈ പറഞ്ഞ മാതിരി കൂട്ടം തെറ്റിയ ആട്ടുംകുട്ടീനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ഉപവാസം ഈ കന്യാസ്ത്രീകളൊക്കെ വന്ന് ചെയ്യുകയും പലപ്പോഴും ഇവരത് മുതലെടുത്ത് ഇവരുടെ വീട്ടിലേക്ക് അപ്പോൾ പഠിക്കാൻ സഹായം കിട്ടുന്ന രീതിയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഒരു ഗുണപരമായിട്ട് തോന്നിയിട്ടുള്ളൂ. അതൊന്നൊരു കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. നല്ലതാണ്. നമുക്ക് പലപ്പോഴും നമുക്ക് അവരെ ഉപയോഗിക്കാനും പറ്റിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരിക്കൽ ഇതേമാതിരി ഒരു ക്രിസ്ത്യൻ മരിച്ചു, തടവാരം മരിച്ചു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് സാധാരണഗതിയിൽ ഇപ്പോൾ ബറി ചെയ്യാൻ പറ്റുന്നില്ല, ബേൺ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ബേൺ ചെയ്യണത് ഈ പറഞ്ഞ മാതിരി നമുക്ക് 6 മാസത്തേക്ക് വേണമെന്നൊക്കെ കാരണം ഇപ്പോൾ മാറ്റി തുടങ്ങിയത്. ആ സമയത്ത് ഇയാളെ എവിടെയും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പൊതു ശ്മശാനങ്ങളിലൊക്കെ പോയപ്പോൾ ഒക്കെ ബേൺ ചെയ്യലുള്ളൂ. അപ്പോൾ ഞങ്ങൾ DGP ആയിട്ട് സംസാരിച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾ പോലെ ക്രിസ്ത്യൻ മിഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ ബന്ധപ്പെട്ട് അവസാനം അവിടെ ഒരു പള്ളിയിൽ തന്നെ ഈ വരെ ബന്ധുക്കളൊന്നും ക്ലെയിം ചെയ്യുന്നില്ല, അന്ന് തന്നെ അവിടെ ചെയ്യാൻ പറ്റി. അത് ഇവരുടെ സഹായം കൊണ്ട് പറ്റിയതാണ്. അതവർ ക്രിസ്ത്യനായതുകൊണ്ട് ക്രിസ്ത്യനിൽ ചെയ്തു, മറ്റത് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ അവരൊക്കെ മാക്സിമം ഉപയോഗിക്കാറുണ്ട് നല്ല രീതിയിൽ. പല ഉദാഹരണമായിട്ട് ചില സമയത്ത് ഫോർ എക്സാമ്പിൾ ഇയാൾക്ക് ഹിയറിംഗ് എയ്ഡ് വേണം, അല്ലെങ്കിൽ സ്പെക്സ് വാങ്ങി കൊടുക്കാൻ നമുക്ക് പറ്റില്ല, അതില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറൊക്കെ ഉണ്ട് നമ്മൾ. ഇത്രയും നാൾ ഈ ജയിലിൽ ഇവരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനൊക്കെ ഭയങ്കര സൗഹൃദം അങ്ങനെ, അതായത് ഇത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കഴിയുമ്പോൾ നമ്മൾ ഇവരുമായിട്ടുള്ള ഒരു പിന്നെ അത് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അതന്നെ നമ്മൾ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ്. 2 ദിവസം മുമ്പ് ഞാൻ മാർക്കറ്റിൽ പോകുമ്പോൾ ഞാൻ പച്ചക്കറി വാങ്ങാൻ നിൽക്കുകയാണ്. ഇപ്പോഴത്തെ സാർ ഞാൻ പ്രവീണാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി സാർ ഞാൻ അവിടെ കിടന്നില്ലേ, ഞാനപ്പോൾ കിടന്നിട്ട് ഇപ്പോൾ കേസൊക്കെ വിട്ടുപോയി, അവനവൻ്റെ ഭാര്യയുണ്ട്, ഇപ്പോൾ ഞാനിവിടെ ജോലിക്ക് ഇരിക്കുകയാണെന്ന് കൊണ്ട് വളരെ സൗഹൃദം പുള്ളിക്ക് പോകണം. അപ്പോൾ അവന് വരേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ എൻ്റെ വെണ്ടർ മറ്റേ എന്താണ് അപ്പോൾ നിങ്ങളാരാ? ഞാൻ ജയിലിലായിരുന്നു. അപ്പോൾ തടവുകാരനാണ്. അപ്പം ഞാൻ ഒരാളെ കാണുമ്പോൾ അവൻ പെട്ടെന്ന് കണ്ടിഞ്ഞിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു നീ പറയണ്ട, അവിടെ നിന്നോ, മതി എനിക്ക് മനസ്സിലായി എന്നാണ് ഞാൻ പറയുക. പക്ഷേ ചില തടവുകാർ ഓഡിയോ ഒന്നും ഇങ്ങനെ പറയാനുണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ഒരു റാപ്പ് തന്നെയാണ്. അവരെ മാത്രമല്ല ഇപ്പം എനിക്ക് വരുമ്പോൾ തടവുകാരെ വകയൊരു യാത്രയപ്പുണ്ടായിരുന്നു, അവർ തന്നെ ഉണ്ടാക്കി തന്ന അതിൻ്റെ ബുക്കിരിപ്പുണ്ട് അങ്ങനെയുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ വിയൂരിലത്തെ ആളായതുകൊണ്ടും ഒക്കെ ഈ പഴയ ആൾക്കാരൊക്കെ ആയിട്ട് എനിക്ക് ബന്ധമുണ്ട്. അതിൻ്റെ ഗുണമുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു ആക്സസും കൺട്രോളൊക്കെ ഉണ്ട് അവിടെ, നമുക്ക് ഉണ്ട്. പുതിയ ഒരാൾക്ക് കിട്ടില്ല. മതിലുകൾ സിനിമയിൽ പോലെ 2 മതിലുകൾക്ക് അപ്പുറത്താണ് ജയിലിനകത്ത്. അതെ
അങ്ങനെ ഇൻസിഡൻസ്. പക്ഷേ ഭാര്യയും ഭർത്താവും കിടക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഏറ്റവും റീസെൻ്റായിട്ട് ബ്രസീൽ ദമ്പതികൾ ഫ്ലൈറ്റ് ഇറങ്ങി MDMA പിടിച്ചു, 2 ഭാഗത്തായി. പെൺ ബ്രസീലുകാർ ഗർഭിണിയായിരുന്നു, അവിടെ കൊച്ചു ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കിടക്കുന്നു, അവിടെ കൊടുക്കുന്നു. അപ്പോൾ അവരിടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് കാണാൻ പോകണം എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ സമ്മതിക്കാറുണ്ട്, ഇൻ്റർവ്യൂ കാണിക്കുക. എപ്പോഴല്ല 95% NDPS തന്നെ. നർക്കോട്ടിക് അത് NDPSൻ്റെ ഒക്കെ മിനിമം ശിക്ഷ എന്ന് പറഞ്ഞാൽ 10 years ആണ്. അപ്പോൾ 10 years കഴിയാൻ പോകുന്ന ഒരു വെനസ്വലക്കാരനൊക്കെ ഉണ്ട്. ഞങ്ങളുടെ സാധാരണ ഓണത്തിന് മാവേലിയോ വെനസ്വലക്കാരനാണ്. അവനെ നല്ല ഹൈറ്റുള്ള അവനാണ്. മറ്റേ അവനാണ് സ്ഥിരം. എൻ്റെ അടുത്ത് ഫോട്ടോ ഒക്കെ ഉണ്ട്. അവന് മാവേലിയൊക്കെ ആയിട്ടുള്ള. അത്യാവശ്യമൊക്കെ പഠിച്ചു ഞാൻ മലയാളമൊക്കെ. പിന്നെ കുറേ നീഗ്രോസ് ഉണ്ട്. പിന്നെ അവരെ അവർക്ക് കുക്കിങ്ങായിട്ട് നമ്മൾ കുറച്ച് കൊടുത്തിട്ടുണ്ടാകും. കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് അവരുടെ ടേസ്റ്റിന് വെച്ചോട്ടെ എന്നുള്ള രീതിയിൽ കുറച്ച്. അപ്പോൾ അതിന് ചെറിയ പ്രശ്നം ഉണ്ടാവുമല്ലോ. ഈ നീഗ്രോസും നോൺ നീഗ്രോസും തമ്മിൽ പ്രശ്നം ഉണ്ടാവും. അവരുടെ നമ്മൾ ടേസ്റ്റ് നടക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ നിയന്ത്രണം കൊണ്ടുവരും. അവസാനം ഇപ്പോൾ നോൺ വെജ് ദിവസം മാത്രമാക്കിയിട്ടുണ്ട് ഞാനത് അവർക്ക്. അപ്പോൾ അവരെ തലയും കാലൊക്കെ വെച്ചിട്ടുണ്ടാക്കും, അവരൊക്കെ ഉണ്ടാക്കും. ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതായത് കഴിയുന്നത് നമ്മൾ കൊടുക്കാവുന്ന ആനുകൂല്യങ്ങൾ കൊടുത്ത് നമ്മൾ നിർത്തുക. എന്തായാലും ടെൻസ്ഡ് സിറ്റുവേഷനാണല്ലോ അതിനകത്ത്. യു കോൺ ഇമാജിൻ. അവരുടെ ഫ്രസ്ട്രേഷൻ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. വീട്ടിലേക്ക് വിളിക്കാൻ പറ്റില്ല, അവനെ കാണാൻ പറ്റില്ല, ആവശ്യമായ സമയത്ത് പറ്റില്ല. എല്ലാത്തിനും തടസ്സങ്ങളുണ്ട്. നിയമത്തിൻ്റെ പ്രശ്നം, പോകാൻ പറ്റില്ല. സംസാരം കണ്ട് ഇത്രയും നേരം മനസ്സിലാക്കിയത് ഈ സംവിധാനത്തോട് തന്നെ ശിക്ഷാകാര്യത്തിനോടൊക്കെ ഒരു യോജിക്കുന്നില്ല എന്നുള്ള. അങ്ങനെയല്ല, അല്ലാന്നേ ഞാൻ പറഞ്ഞത്. നമ്മൾ കറക്ഷണൽ സെൻ്ററാണ്. കറക്റ്റ് ചെയ്യപ്പെട്ട ആളെയോ കറക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ആളെയോ കറക്റ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളെയോ നമ്മൾ കുറച്ചുകൂടി ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയണത്. ദീർഘകാലം ഒരാൾ പിടിച്ചിടുന്നത് ഐ എം അഗെയിൻസ്റ്റ് ദാറ്റ്. നിങ്ങളിപ്പോഴും പറയുന്ന പോലെ, നേരത്തെ മാഡം പറഞ്ഞ പോലെ കൊച്ചിനെ കഴിച്ച് ഓക്കെ, അങ്ങനെ കുറേ വളരെ ആൾക്കാരുണ്ട്. വളരെ കുറവാത്. ആ കുറവാളെയും വെച്ചിട്ട് നമ്മൾ ഭൂരിപക്ഷം ആളെ അളക്കരുത്. 3-0 പറഞ്ഞില്ലേ, കൊലപാതക കേസിൽ ഒരാൾ മരിച്ച കേസിൽ വരുന്ന ആൾക്കാരിൽ മിക്കവാറും പേരും പെട്ടെന്ന് സംഭവിച്ചു പോയതാണ്. അപ്പോൾ അന്ന് 20 കൊല്ലം മുമ്പ് സംഭവിച്ച ഒരു അരമണിക്കൂർ നേരത്തെ ഒരു നാടകത്തിലാണ് അവൻ്റെ ജീവിതം മാറി മറിഞ്ഞത്. 20 കൊല്ലം അകത്ത് കിടന്നു. എന്നിട്ടും നമ്മൾ പറയുക വന്നത് ചെയ്ത അരമണിക്കൂർ പ്രശ്നം തന്നെ, അവനെ കിടക്കട്ടെ എന്നാണ് പറയുന്നത് നമ്മൾ. അതാണ് പോയിൻ്റ്.